ഇന്ന് രാത്രിയിലെ ദൈവവചന ചിന്തയ്ക്ക് അടിസ്ഥാനമായിട്ട് ഒന്ന് രണ്ട് വാക്യങ്ങൾ വായിച്ച് സഹായിക്കണം. അത് മൈക്കിൽ കൂടെ വായിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ഉചിതമായിരിക്കും. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിന്റെ 20-21 തിരുവെഴുത്തുകൾ വായിച്ച. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിന്റെ ഞാൻ വാതിക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവന്റെ അടുക്കൽ ചെന്ന് അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. ജയിക്കുന്നവന് ഞാൻ എന്നോടുകൂടെ എൻ്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ വരം നൽകും. മതി, ഒരു വാക്കുകൂടെ പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, നല്ല രാത്രിക്കായിട്ട് സ്തോത്രം. അവിടുത്തെ കൃപയിൽ ശരണപ്പെട്ട് ആരംഭിച്ച ഈ പ്രാവശ്യത്തെ ഈ കൺവെൻഷൻ ഇതുവരെയും ദൈവം സഹായിച്ചു. കഴിഞ്ഞ രാത്രികളിലൊക്കെ അവിടുത്തെ അഭിഷിക്ത ദാസന്മാരെ ഉപയോഗിച്ചു. അതിനായി സ്തോത്രം. ഈ രാത്രിയിൽ എളിയവന്റെ മേലും കൃപ ചൊരിയുവാൻ അവിടുത്തോട് അപേക്ഷിക്കുന്നു. സമീപത്തും ദൂരത്തും ഇരുന്ന് ശ്രദ്ധിക്കുന്ന ഏവർക്കും അനുഗ്രഹമാകണം. ഈ പന്തലിൽ പ്രാർത്ഥനയോടെ ആയിരിക്കുന്ന ദൈവജനത്തെയും അഭിഷിക്തന്മാരെയും ആശീർവദിക്കണം. എളിയവന്റെ മേലും കൃപ ചൊരിയണം. പുത്രനെ ഞങ്ങളെ കൂടി മഹത്വപ്പെടുത്തണം. ക്രിസ്തുയേശുവിന്റെ നിസ്തുല്യ നാമത്തിൽ തന്നെ ആമേൻ. നമ്മുടെ കരവും ശബ്ദവും ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. ഈ നല്ല രാത്രി സമയത്തിനായിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഇന്ന് രാത്രിയിലെ ഈ സുവിശേഷ യോഗത്തിലെ യോഗാധ്യക്ഷൻ, വേദിയിലും സദസ്സിലുമായിരിക്കുന്ന ആദരണീയ കർത്തൃദാസന്മാർ, പ്രാർത്ഥനയിൽ സഹായിച്ച ദൈവത്തിൻ്റെ വിലയേറിയ ദാസന്മാർ, വിശേഷിച്ച് ബഹുമാനപ്പെട്ട കെ സിയോൻ പാസ്റ്റർ, പ്രിയ ഷിനുവിൻ്റെ പിതാവ് പ്രിയ ജോൺ ചായന്, വിശേഷിച്ച് സൈമൺ പാസ്റ്റർ. ഈ വെൺമണി എന്ന് കേൾക്കുമ്പോൾ പണ്ട് ഫിലിപ്പ് സാറാ, ടി കെ ഫിലിപ്പ്. അപ്പം അത് കഴിഞ്ഞ് പിന്നീട് സൈമൺ പാസ്റ്റർ എന്നല്ല, ആത്മീകരുടെ ഇടയിൽ ദൈവത്തിന് മഹത്വം. മറ്റുള്ളവരാരും കൊള്ളുകയല്ലെന്നോ അവർ മോശക്കാരാന്നല്ല. മറ്റ് സ്ഥലങ്ങളിലൊക്കെ ഞങ്ങൾ ചെല്ലുമ്പം പഴയ ആൾക്കാരുടെ വെൺമണി എന്ന് പറയുമ്പോഴേ ഫിലിപ്പ് സാർ, പിന്നെ എൻ്റെ വെൺമണി മത്തായിച്ചനൊക്കെ ഉണ്ടായിരുന്നു. അത് ഇതിനൊക്കെ മുമ്പുള്ള തലമുറ. അങ്ങനെ അനേക അഭിഷിക്തന്മാരും മാതാക്കളുമെല്ലാം വളരെ കഷ്ടപ്പെട്ട് പ്രാർത്ഥിച്ച് കർത്താവിന് വേണ്ടി ധീരതയോടെ നിന്നതുകൊണ്ട് ആ പാതയെ കൂടെ വരുവാൻ നമുക്കും ദൈവം സാവകാശം നൽകി. അതെല്ലാം ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പാട്ടിനെ പറ്റി പറഞ്ഞപ്പം ഫിലിപ്പ് സാറിൻ്റെ ഒപ്പം ഞാൻ പാടുകയില്ല. ഫിലിപ്പ് സാർ നന്നായിട്ട് പാടുകയും ചെയ്യുമായിരുന്നു, പാട്ടും അറിയാമായിരുന്നു. എനിക്ക് അങ്ങനെയുള്ള അത്രയും ഒന്നുമില്ല, ഇല്ലെന്നല്ല, ഇല്ല. അപ്പം ഈ ദേശത്തെ ദൈവം അനുഗ്രഹിച്ചതോർത്ത് ദൈവത്തിന് സ്തോത്രം. വിശേഷിച്ച് ഇന്ന് രാത്രി ഇങ്ങനെ ഈ ഭവനത്തിൻ്റെ അങ്കണത്തിൽ ഒന്നിച്ചു കൂടുവാൻ ദൈവം കൃപ നൽകി. പ്രിയ ജിജോ ബ്രദറെ വിളിച്ചു. അദ്ദേഹം ഈ ഭവനത്തിൽ പാർക്കുന്ന കർത്തൃദാസൻ്റെ അനന്തരവനാണ്. മസ്കറ്റ് വെച്ച് ഞങ്ങൾ ഒന്നിച്ച് കൂടുവാനും കൂട്ടായ്മ ആചരിപ്പാനിടയായി. ഇന്നലെ അദ്ദേഹം വിളിച്ചു, ഇന്നും വിളിച്ചു. അദ്ദേഹത്തിൻ്റെ മാതാവ് ശാരീരിക ക്ഷീണത്തോട് ഇവിടെ ആയിരിക്കുന്നു. ദൈവം തൻ്റെ ദാസിയെ ബലപ്പെടുത്തി വിടിവിക്കട്ടെ. അദ്ദേഹത്തിൻ്റെ അമ്മാച്ചൻ പ്രജിപ്പാസല്ലയോ കർത്തൃദാസനെയും കുടുംബത്തെയും ദൈവം അനുഗ്രഹിക്കട്ടെ. വിശേഷിച്ച കല്യാത്ര വെൺമണി ദേശത്തുള്ള എല്ലാ ദൈവമക്കളെയും ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ എല്ലാം പ്രാർത്ഥന വീണ്ടും അപേക്ഷിക്കുന്നു. കർത്തൃദാസന്മാരെ എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ പൗലോസ് പേരായിട്ട് വന്ദനം ചൊല്ലുന്നെന്ന, അപ്പം അത് സന്തോഷമാണ്. ഇപ്പം ഇന്ന് അങ്ങനെ അങ്ങ് പോയാൽ സമയം പോവും. നമ്മുടെ പേര് വിട്ടു പോകുന്നു. സൈമച്ചനെ അങ്ങ് തൃശ്ശൂർ കൂട്ടാലെ ഇരിക്കുമ്പോഴാണ് ഞങ്ങൾ ആദ്യം യോഗത്തിന് കൂടുന്നത്. എനിക്ക് വന്നൊരു 10-20 വർഷം മുമ്പാണ്. കൂട്ടാലെ യോഗം, കൂട്ടാലെ നമ്മുടെ ജോർച്ചാനൊക്കെ ഉള്ള സഭയിലെ കോട്ടു കുഞ്ഞുവൻചാനെ, ജോർച്ചാനൊക്കെ ഉള്ള പഴയ സഭയാണ്. അവിടെ സൈമച്ചൻ ഇരിക്കുമ്പം ധാരാളം കൂട്ടായ്മകൾക്ക് വിളിച്ച് ശുശ്രൂഷയ്ക്ക് അവസരം തന്ന ബഹുമാന്യ കർത്തൃദാസൻ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. മറ്റ് ആദരണീയ കർത്തൃദാസന്മാരെ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. എന്താ പറഞ്ഞേ? തെറ്റിയെന്നു ഇച്ചിരി ഉണ്ട്. ദൈവത്തിന് മഹത്വം. ദൈവം പ്രാർത്ഥിക്കണേ, ഇത് വിട്ടുപോകാതിരിക്കാൻ. ദൈവത്തിന് മഹത്വം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന് മഹത്വം. ദൈവവചനത്തിൽ നിന്ന് ഇന്ന് രാത്രി നമുക്ക് അല്പസമയങ്ങൾ ചിന്തിക്കാം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ
ശ്രേഷ്ഠരായ അഭിഷിക്തന്മാരിൽ കൂടി ആവശ്യമാകുന്ന ആത്മീക സന്ദേശം ദൈവം കേൾപ്പിച്ചു. ഇന്ന് രാത്രിയും വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചില കാര്യങ്ങൾ നമുക്ക് ശാന്തമായിട്ട് ചിന്തിക്കാം. അതിന് ആധാരമായിട്ട് വായിച്ചത് വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 20-21 വാക്യമാണ്. കർത്താവിൻ്റെ മഹത്വം. സാധാരണ ഈ സ്ഥലത്തൊക്കെ ദൈവവചനം ശുശ്രൂഷിക്കാൻ വരുമ്പോൾ നമ്മുടെ അമ്മാമ്മ വാക്യം വായിച്ചിരുവായിരുന്നു. കാലിന് ഇപ്പം പ്രയാസമുള്ള എന്ത് ചെയ്യും ആനും വരുന്നില്ലെന്ന് പറഞ്ഞാൽ എന്നാ വരാൻ ഞാൻ നാളെ യോഗമില്ല. അപ്പം ആ ദൈവദാസി നന്നായിട്ട് ദൈവവചനം വായിക്കുന്നത് ശുശ്രൂഷിക്കുന്നവർക്കൊരു അനുഗ്രഹവും ബലവുമാണ്. അങ്ങനെ അനേക പ്രിയപ്പെട്ടവരുണ്ട്. എല്ലാവരും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. എങ്കിലും ശുഭോദര പാസ്റ്ററുമായിട്ട് ഞങ്ങൾക്ക് ഒന്നിച്ചു വരുവാൻ കൃപ നൽകി ഒരിക്കൽ കൂടി ആ തിരുവെഴുത്ത് ഒന്ന് വായിച്ച് സഹായിക്കണം. ദൈവം അനുഗ്രഹിക്കട്ടെ. ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവൻ്റെ അടുക്കൽ ചെന്ന് അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. ജയിക്കുന്നവന് ഞാൻ എന്നോട് കൂടെ എന്നെ സിംഹാസനം ഇരിപ്പാൻ വരം നൽകും. ഒരിക്കൽ കൂടി നമ്മുടെ കരവും ഈ ശബ്ദവും ഉയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്താം. ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ദേവകൾ വണങ്ങിടും ദീനദയാലുവേ, ദേവകൾ വണങ്ങിടും ദീനദയാലുവേ, സദയമി നമ്മെ കാക്കും സൽഗുണ സിന്ധുവേ, സദയമി നമ്മെ കാക്കും സൽഗുണ സിന്ധുവേ, ഭജിക്കുക നീ നിത്യം യേശു മഹേശനെ, ഭജിക്കുക നീ നിത്യം യേശു മഹേശനെ, യേശു മഹേശനെ നാഗനിവാസനെ, യേശു മഹേശനെ നാഗനിവാസനെ, ഭജിക്കുക നീ നിത്യം യേശു മഹേശനെ, ഭജിക്കുക നീ നിത്യം യേശു മഹേശനെ. താരകം കരങ്ങളിൽ താങ്ങിടും നാഥനെ, താരകം കരങ്ങളിൽ താങ്ങിടും നാഥനെ, താരകം കരങ്ങളിൽ താങ്ങിടും നാഥനെ. മരിയയിൽ അവതാരം ചെയ്തോരു നാഥനെ, മരിയയിൽ അവതാരം ചെയ്തോരു നാഥനെ, മരിയയിൽ അവതാരം ചെയ്തോരു നാഥനെ, മലയതിൽ ബലി ചെയ്ത മർത്യ ശരീരനെ, മലയതിൽ ബലി ചെയ്ത മർത്യ ശരീരനെ, മലയതിൽ ബലി ചെയ്ത മർത്യ ശരീരനെ, മലയതിൽ ബലി ചെയ്ത മലയതിൽ ബലി ചെയ്ത മർത്യ ശരീരനെ, മലയതിൽ ബലി ചെയ്ത മർത്യ ശരീരനെ, മലയതിൽ ബലി ചെയ്ത മർത്യ ശരീരനെ, ഭജിക്കുക നീ നിത്യം യേശു മഹേശനെ, ഭജിക്കുക നീ നിത്യം യേശു മഹേശനെ, യേശു മഹേശനെ നാഗനിവാസനെ, യേശു മഹേശനെ നാഗനിവാസനെ, യേശു മഹേശനെ നാഗനിവാസനെ, യേശു മഹേശനെ നാഗനിവാസനെ.
നാഗനിവാസനെ യേശു മകേശനെ നാഗനിവാസനെ ഭജിക്കുക നീ നിത്യം യേശു മകേശനെ ഭജിക്കുക നീ നിത്യം യേശു മകേശനെ ഭജിക്കുക നീ നിത്യം യേശു മകേശനെ യേശു മകേശനെ നാഗനിവാസനെ യേശു മകേശനെ നാഗനിവാസനെ യേശു മകേശനെ നാഗനിവാസനെ യേശു മകേശനെ നാഗനിവാസനെ ഭജിക്കുക നീ നിത്യം യേശു മകേശനെ ഭജിക്കുക നീ നിത്യം യേശു മകേശനെ. ഒരിക്കൽ കൂടി കരമുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്താം. എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഓൺലൈനിൽ ലോകത്തിന്റെ വിവിധ ഇടങ്ങളിലിരുന്ന് ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന ആദരണീയരായ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ബഹുമാനരായ എല്ലാ ദൈവമക്കൾ, ഇതിന് ശേഷമായിട്ട് ആരെങ്കിലും ഇത് കാണുകയോ കേൾക്കുകയോ ചെയ്യുന്നെങ്കിൽ അങ്ങനെയുള്ള ബഹുമാനരായി പ്രിയപ്പെട്ടവർ എല്ലാവർക്കും ഒരിക്കൽ കൂടി വന്ദനം, നന്ദി. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. വീണ്ടും നിങ്ങളുടെ പ്രാർത്ഥന ിക്കുന്ന ഈ ശുശ്രൂഷയ്ക്കായിട്ട് തന്നെ ക്ഷണിച്ച ബഹുമാന്യ കർത്തദാസൻ KC ജോൺ പാസ്റ്റർ അവർകളെ, തൻ്റെ കൂടെ പ്രവർത്തിക്കുന്ന ബഹുമാന്യ കർത്തദാസന്മാർ, ചുമതലപ്പെട്ടവർ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യട്ടെ. ഈ ദേശത്തെയും ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. ഓർപ്പിച്ചല്ലോ, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ശക്തമേറിയ ആത്മീക സന്ദേശങ്ങൾ ആമേൻ കേൾപ്പിച്ചതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. വായിച്ച തിരുവെടുത്ത് വെളിപ്പാട് പുസ്തകം അതിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 20-21 തിരുവെടുത്താണ്. എല്ലാവർക്കും വളരെ തിട്ടമുള്ള മനപാഠമായ വാക്യമാണ് പൊതുവിൽ വായിച്ച് ഇവിടെ കേട്ടത്. ഒന്നുകൂടെ ആ തിരുവെടുത്ത് വായിച്ച് സഹായിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ഞാൻ വാതിക്കൽ നിന്ന് മുട്ടുന്നു, ഞാൻ വാതിക്കൽ നിന്ന് മുട്ടുന്നു. ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവന്റെ അടുക്കൽ ചെന്ന് അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. ആമേൻ. വളരെ പരിചിതമായ വേദഭാഗമാണ് വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിന്റെ 20-21 തിരുവെടുത്തുകളാണ്. നമുക്കറിയാം, നിങ്ങൾക്ക് പലർക്കും അറിയാൻ തിട്ടമുണ്ട്, വേദപുസ്തകത്തിലെ ഒടുവിലത്തെ പുസ്തകമാണ് വെളിപ്പാട് പുസ്തകം. 22 അധ്യായങ്ങളാൽ എല്ലാ കാര്യങ്ങളും, ഇനി വരുവാനിരിക്കുന്ന സകല വിഷയങ്ങളും ആമേൻ വെളിപ്പാടുകളുടെ ആമേൻ വെളിച്ചത്തിൽ ആമേൻ രേഖപ്പെടുത്തി തന്നിരിക്കുകയാണ് പുസ്തകത്തിൽ. വെളിപ്പാട് പുസ്തകം മറനീക്കി കാണിക്കുക. മറച്ചു വെച്ച കാര്യം സമയമായപ്പോൾ കർട്ടനെ പറ്റി നമുക്ക് വെളിപ്പെടുത്തി തന്നു. യേശു ക്രിസ്തുവിന്റെ വെളിപ്പാട്. അതൊക്കെ നന്നായി സംസാരിക്കുന്ന, പ്രസംഗിക്കുന്ന, പഠിപ്പിക്കുന്ന ധാരാളം ആൾക്കാർ ആത്മീക ലോകത്തുണ്ട്. വിശേഷിച്ച് വെൺമണിയിലും ഉണ്ട്. ഇവിടെ മുമ്പേ ഓർപ്പിച്ചല്ലോ, പണ്ടൊരു മത്തായി ചാനുണ്ടായിരുന്നു. സ്തോത്രം, ചാനൊക്കെ അറിയാം. സ്തോത്രം. പിന്നെ നമ്മുടെ താടിയുള്ള അപ്പച്ചനുണ്ടായിരുന്ന സൈറ്റാൻ്റെ ഫാദർ, അദ്ദേഹം സമാഗമന കൂടാരമൊക്കെ നന്നായിട്ട് ക്ലാസ് എടുക്കുവാണ്. അങ്ങനെ പ്രഗത്ഭരായ ധാരാളം പേര്. മുമ്പേ ഓർപ്പിച്ചതുപോലെ ബഹുമാന്യ കർത്തദാസന്മാർ പറഞ്ഞ TK ഫിലിപ്പ് അവർകൾ. എൻ്റെ ഓർമ്മയിൽ വന്ന ചില പേരുകൾ പറഞ്ഞു. വേറെയും കർത്തദാസന്മാരും ദൈവമക്കളും ഈ ദേശത്തുണ്ട്. അവരെ എല്ലാം ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, അവരുടെ നല്ല പ്രവർത്തികളെടുക്കാൻ. അപ്പം അതുകൊണ്ട് ഇന്ന് രാത്രി ആ നിലയിൽ ഒരു ചിന്തകളല്ല, നമുക്ക് വേറൊരു നിലയിൽ ചില കാര്യങ്ങൾ ശാന്തമായിട്ട് വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ചിന്തിക്കും. അപ്പോൾ വെളിപ്പാട് പുസ്തകം ഈടുറ്റ ഒരു പുസ്തകമാണ്, ഒടുവിലത്തെ പുസ്തകമാണ്. 66 പുസ്തകത്തിൽ 66-ാമത്തെ പുസ്തകമാണ്. ഇതുപോലൊരു പുസ്തകം വേറെ ഇല്ല. പലരും പല പുസ്തകങ്ങൾ ഇറക്കുന്നുണ്ട്, പക്ഷെ ഒന്നും ഒക്കത്തില്ലെന്നുള്ളതാണ്. ഈ ഒരു പുസ്തകം എന്ന് പറഞ്ഞാൽ ഈ സത്യവേദ പുസ്തകം, ഇതുപോലൊരു പുസ്തകം വേറെ ഇല്ല, ഇനി ഒക്കത്തുമില്ല. ഇതിൻ്റെ പേര് തന്നെ സത്യവേദ പുസ്തകമെന്ന്. ഇപ്പം പിന്നെ ഞാൻ എന്നെയും കൂടെ പ്രതിയാക്കുക, ഞങ്ങൾ ഉപദേശിമാർക്ക് ഇത് കൊണ്ട് നടക്കുന്നത് ഇപ്പോൾ ഔട്ട് ഓഫ് ഫാഷനായിട്ട് ചിലർക്ക്, എല്ലാവർക്കും അല്ല, തന്നെയല്ല ശുശ്രൂഷയ്ക്ക് നിന്നാലും ചിലർ ഇപ്പം വേദപുസ്തകമായിട്ട് അങ്ങനെ നിൽക്കുന്നത് ചിലയിടങ്ങളിലില്ല. എന്നാൽ ഇപ്പോഴും വേദപുസ്തകമായിട്ട് നിൽക്കുന്ന ഉപദേശിമാരുണ്ട്. ദൈവത്തിന് മഹത്വം. അപ്പോൾ മറ്റേ ടാബും മൊബൈലും അത് തെറ്റാണെന്നല്ല, അതൊക്കെ ഈ വന്ന കാലത്ത് അത്യാവശ്യമാണ്, വളരെ അത്യാവശ്യമാണ്. എന്നാലും ഒരു ശുശ്രൂഷയ്ക്ക് നിൽക്കുമ്പോൾ വേദപുസ്തകമായിട്ട് നിൽക്കുന്നത് അതിൻ്റെ
ഭൂഷണം, യോഗ്യത, വിശേഷിച്ച് ദൈവദാസന്മാർ. അപ്പൊ എന്തായാലും ഇതുപോലൊരു പുസ്തകം ഇനി ഉണ്ടായിട്ടില്ല, ഉണ്ടാകത്തില്ല. ഇത് ദൈവത്തിന്റെ വചനമാണ്. സ്തോത്രം. സത്യവചനം. ഇത് അണ്ണാക്കിന് മധുരവാ എന്ന് പറഞ്ഞാൽ, മനുഷ്യനാ ജീവിതത്തിൽ പലവിധ വിഷയങ്ങളിൽ കഴിച്ചിരിക്കുന്നവർ ഇന്ന് രാത്രിയോടെ വന്നെന്ന് വരാം. ഒരുപക്ഷെ ദൂരത്തിരുന്ന് കേൾക്കുന്നുണ്ടായിരിക്കാം. മാനസികമായിട്ടും ശുശ്രൂഷാപരമായിട്ടും ശാരീരിക വ്യതകളോടുള്ള ബന്ധത്തിൽ, കുടുംബ പശ്ചാത്തലത്തോടുള്ള ബന്ധത്തിൽ, കുഞ്ഞുങ്ങളോട്, കുടുംബത്തോട്, അങ്ങനെ പല നിലകളിൽ വളരെ കൈപ്പേറിയ അനുഭവങ്ങളിൽ കൂടി പോകുന്നവര് ഇന്ന് രാത്രി ഒരുപക്ഷെ ഇതിനകത്ത് കാണാം, ദൂരത്തിരുന്ന് കേൾക്കുന്നുണ്ടായിരിക്കാം. അങ്ങനെയുള്ളവർക്ക് ഈ തിരുവചനം അണ്ണാക്കിന് മധുരമാണ്. ഇത് തേനിലും തേൻകട്ടയിലും മധുരമുള്ള വചനമാണ്. ഇതിനെ ഉയർത്തിയാൽ ഇത് നമ്മളെ ഉയർത്തും. ഇത് നിങ്ങൾക്കറിയാം, കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശവുമാണ്. ഞാന് ഇന്ന് ഒരു ബഹുമാന്യ പ്രിയപ്പെട്ടവനുമായിട്ട് സംസാരിച്ചു. അപ്പോൾ ഭൗതികമായിട്ട് വളരെ നല്ല നിലവാരം പുലർത്തുന്ന, നല്ല നിലവാരം എന്ന് പറഞ്ഞാൽ നമ്മൾ ചിന്തിക്കുന്നതിലൊക്കെ അപ്പുറം, പേരും സ്ഥലവും ഒന്നും പറയുന്നില്ല, ആട്ടെ, കോടിക്കണക്കിന് ഭൗതിക സ്വത്തുള്ളയാളാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ വിനയവും, അദ്ദേഹത്തിന്റെ സഹധർമ്മിണിയുടെ ആ വിനയവും, കുഞ്ഞുങ്ങളുടെ എളിമയും വിധേയത്വമൊക്കെ വളരെ ഹടാൽ ആകർഷിക്കുകയും അതിൽ നിന്ന് ഒത്തിരി കാര്യം നമുക്ക് പഠിക്കാനുമുണ്ട്. പേരും സ്ഥലവും ഒന്നും പറയുന്നില്ല. ചിലപ്പം അവരും ലൈവ് ചിലപ്പോൾ കണ്ടെന്ന് വരാം. എന്തിനാ പാസ്റ്ററെ എൻ്റെ പേര് പറഞ്ഞത് എന്ന് ചോദിച്ചാൽ അത് എനിക്ക് പിന്നെ മറുപടിയില്ല. നിങ്ങൾ ചിന്തിക്കുന്നതിലൊക്കെ അപ്പുറമാണ്. പക്ഷേ അദ്ദേഹം, ഞങ്ങൾ രാവിലെ സംസാരിച്ചപ്പം ഒരു ഡൗട്ട്, അപ്പം അത് വേദപുസ്തകത്തിൽ നിന്നൊരു ഡൗട്ട്. അപ്പം എന്നോട് പറഞ്ഞു, ഞാൻ ഇന്ന് രാവിലെ വേദപുസ്തകം വായിച്ചപ്പോൾ എനിക്ക് അത് തോന്നി. അപ്പം എന്താന്ന് കൊണ്ടുവന്നു അത് ഞാൻ പറഞ്ഞു. അപ്പം ഇത് ഇന്ന് രാവിലെ വായിച്ചപ്പോഴെന്നാ പദം ഉടക്കി. അപ്പം ഇതിലെ പറഞ്ഞു കൊടുത്തേച്ച് ഞാൻ ചോദിച്ചു, എന്നും വേദപുസ്തകം വായിക്കും? അപ്പം അദ്ദേഹം പറഞ്ഞു, ഞാൻ എന്നും 4 മണി മുതൽ ഒരു 5:30 വരെ വേദപുസ്തകം വായിക്കും, വെളുപ്പിന് എന്നും. അത് 15 വർഷമായിട്ട് മുടങ്ങിയിട്ടില്ലെന്ന് പറഞ്ഞു. 15 വർഷമായിട്ട് മുടങ്ങിയിട്ടില്ല. അങ്ങനെ ഈ 15 വർഷം കൊണ്ട് ഞാനിപ്പോൾ 15 പ്രാവശ്യം വേദപുസ്തകം വായിച്ചു. സ്തോത്രം. എന്നെ അത് പിടിച്ച് രാവിലെ ഒന്ന് കുലുക്കി. സ്തോത്രം. വളരെ തിരക്കുള്ളയാളാണ്, വളരെ ബദ്ധപ്പാടുള്ളയാളാണ്. പക്ഷെ എന്നും രാവിലെ അത് 15 വർഷമായിട്ട് മുടക്കി. നമ്മൾ സാധാരണ, ഞാൻ എന്നെ പ്രതിയാക്കുക, സഭായത്തിന് ചെല്ലുമ്പോൾ ആ മേശയുടെ ഇടയിലിരുന്ന ചിലപ്പം വേദപുസ്തകം ചെല്ല ഒരു പാട്ട് പാടിക്കോളാൻ പറയും. കർത്താവ് തൻ ഗംഭീരനാഥമാണ്. കാരണം 14 സ്റ്റാൻസ് ഉണ്ട്. പാടി വരുമ്പം വേണം നമുക്ക് തപ്പി. എന്നാലും എല്ലാവരും അല്ല. സ്തോത്രം. അപ്പോൾ ഈ ദൈവവചനം അതുപോലെ ശ്രേഷ്ഠമാണ്. ഇത് അണ്ണാക്കിന് മധുരമാണ്, കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശവും. ദൈവത്തിന്റെ മഹത്വം. ഇതിനെ ഉയർത്തിയാൽ ഇത് ആ ഉയർത്തുന്ന വ്യക്തിയെ ഉയർത്തും. ദൈവത്തിന്റെ മഹത്വം. നിൻമുഖകാന്തിയൻ മ്ലാനത നീക്കും, നിൻമുഖകാന്തിയൻ മ്ലാനത നീക്കും, നിൻ മധുരാമൃത വചനം ഭിന്നതയാകവേ പോകും. നിൻ മധുരാമൃത വചനം ഭിന്നതയാകവേ പോകും. അപ്പൊ ശ്രദ്ധിക്കുക, ഇത് തേനിലും തേൻകട്ടയിലും മധുരമുള്ള വചനമാണ്. അത് ധ്യാനിപ്പാൻ, പഠിക്കുവാൻ, കേൾക്കുവാൻ, അറിയുവാൻ ഈ ആയുസ്സിൽ നമുക്ക് ലഭിച്ചതായ ഏറ്റവും വലിയ ഭാഗ്യം. പ്രൈസ് ദി ലോർഡ്. അത് വെളിപ്പാട് പുസ്തകം 22 അധ്യായം നിങ്ങൾക്കറിയാം. ഇവിടെ ഇരിക്കുന്ന കർത്തൃദാസന്മാരിൽ ഇത് നന്നായിട്ട് പ്രസംഗിക്കുന്നവരാ. ഓരോ അധ്യായത്തിലും ഓരോ വിഷയം തരംതിരിച്ച് സാധാരണ പഠിക്കാറുണ്ട്. 1-ാം അധ്യായത്തിൽ നമുക്കറിയാം തേജസ്കരിക്കപ്പെട്ട യേശു ക്രിസ്തുവിനെ ദർശിക്കുന്നത്. 2, 3 അധ്യായത്തിൽ 7 സഭയ്ക്കുള്ള ദൂത് നമ്മൾ മനസ്സിലാക്കുന്നു.
4-ാം അധ്യായം തർക്കമുള്ള അധ്യായമാ. സഭ സ്വർഗത്തിൽ എന്നാ ചെല്ലു പറയുന്നത് സഭ ഇപ്പം പോകുകയല്ലെന്നൊക്കെയാ. അത് അവിടെ നിൽക്കട്ടെ, നമ്മുടെ വിഷയമല്ല ഇപ്പം. അത് തർക്കിക്കേണ്ട സ്ഥലവും സമയവും ഇതല്ല. പോകാത്തവർ പോകണ്ട, പോകുന്നവർ പോകട്ടെ. എന്തായാലും 4-ാം അധ്യായത്തിൽ സഭ സ്വർഗത്തിൽ. 5-ാം അധ്യായത്തിൽ ഈ ഭൂമിയുടെ വീണ്ടെടുപ്പ്, അതാണ് 5-ാം അധ്യായം. ഈ ഭൂമി ശപിക്കപ്പെട്ട ഭൂമിയാ. അങ്ങനെയാണ് ആദമിനോട് ശാപം കൊടുക്കുമ്പോൾ പറയുക, നിന്റെ നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടിരിക്കുന്നു. ഈ ഭൂമി ശാപമുള്ള ഭൂമിയാ. അതിന്റെ ശാപമെല്ലാം മാറ്റി ആ ഭൂമിയെ വീണ്ടെടുക്കുന്ന വിഷയമാണ് നമുക്കറിയാം 5-ാം അധ്യായം. ആ 6-ാം അധ്യായത്തിൽ മുദ്രകൾ 7 മുദ്ര, ആ മുദ്ര പൊട്ടിക്കുന്നതിൽ 6-ാം അധ്യായത്തിൽ 6 മുദ്ര പൊട്ടിക്കുന്നു. 6-ാമത്തെ മുദ്ര പൊട്ടിക്കുമ്പോൾ ആമേൻ വളരെ ഭീകരമായ സംഭവങ്ങൾ ഈ ഭൂമിയിൽ നടക്കുന്നു. അതാണ് 6-ാം അധ്യായത്തിന്റെ 12 മുതൽ താഴോട്ടുള്ള തിരുവെടുത്ത്. 7-ാം അധ്യായത്തിൽ മുദ്രയേറ്റ 144,000 പേര്. അതും തർക്കമുള്ള വിഷയം. 8-ാം അധ്യായത്തിൽ 7-ാമത്തെ മുദ്ര പൊട്ടിക്കുന്നതായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നു. ദൈവത്തിന് സ്തോത്രം. കലശങ്ങളെയും കാണുന്നു, 7 കലശങ്ങൾ. 9-ാം അധ്യായത്തിൽ യൂഫ്രട്ടീസ് നദീതീരത്ത് ബന്ധിച്ച ദൂതന്മാരെ അടിച്ചുവിടുന്നതായിട്ട് കാണുന്നു. 10-ാം അധ്യായത്തിൽ ചെറു പുസ്തകം വാങ്ങി ഭക്ഷിക്കുന്നതായിട്ട് കാണുന്നു. 11-ാം അധ്യായം 2 സാക്ഷികൾ പ്രത്യക്ഷപ്പെടുന്നതായിട്ട് മനസ്സിലാക്കുന്നു. അതും തർക്കമുള്ള വിഷയമാണ്. ഏലിയാവും ഹാനോക്കുവാണെന്ന് പറയുന്നു, അല്ല ഏലിയാവും മോശയാണെന്ന് പറയുന്നു, ഇവരാരുമല്ലെന്ന് പറയുന്നു. അതും തർക്കമാണ്. അത് ഞാൻ അതൊന്നും തൊടുന്നില്ല. 12-ാം അധ്യായം സൂര്യധാരണിയായ സ്ത്രീ, അതും തർക്കവാ, മുഴുവൻ തർക്കവാ. അപ്പോൾ അത് തിരുസഭയാണെന്ന് പഠിപ്പിക്കുന്നവരുണ്ട്. ആ ഭാഗത്തേക്കൊന്നും ഇപ്പൊ പോകുന്നില്ല. 13-ാം അധ്യായം ഘോരവും ഭയങ്കരമായൊരു മൃഗം സമുദ്രത്തിൽ നിന്ന് കയറി വരുന്നു. 14-ാം അധ്യായത്തിൽ സിയോൻ മലയിൽ കുഞ്ഞാടിനോടുകൂടെ 144,000 പേര് കാണുന്നു. അതും വിവാദ വിഷയമാണ്, ചില വിഷയത്തോട് ബന്ധപ്പെട്ട്. 15-ാം അധ്യായത്തിൽ മോശയുടെ പാട്ടും കുഞ്ഞാടിന്റെ പാട്ടും പാടി വീണ പിടിച്ച് വൈണികന്മാർ പളങ്ങുന്നതിയുടെ തീരത്ത് നിന്ന് പാടി പരമപിതാവിനെ മഹത്വപ്പെടുത്തുന്നു. 16-ാം അധ്യായത്തിൽ ക്രോധ കലശങ്ങൾ ഭൂമിയിലേക്ക് ഒഴിക്കുന്നതായിട്ട് കാണുന്നു. 17-ാം അധ്യായം എതിർ ക്രിസ്തുവിന്റെ മണവാട്ടി, അതാണ് 17-ാം അധ്യായം. 18-ാം അധ്യായം വാണിജ്യ ബാബിലോണിന്റെ നശീകരണം 1 മണിക്കൂർ കൊണ്ട് കത്തിച്ചാമ്പലാകുന്നു, പടുത്തുയർത്തിയതല്ല. 19-ാം അധ്യായം ദൈവമക്കൾക്ക് പ്രത്യാശ വീണ്ടും മർദ്ദിക്കുന്ന അധ്യായം, ആ കുഞ്ഞാടിന്റെ കല്യാണം. നാം സന്തോഷിച്ചുല്ലസിച്ച് അവിടത്തേക്ക് മഹത്വം കൊടുക്കുക. കുഞ്ഞാടിന്റെ കല്യാണവും വന്നുവല്ലോ. സാധാരണ വിവാഹ ശുശ്രൂഷയിൽ ഈ കാര്യങ്ങൾ പറയാനുണ്ട്. അത് ഞാൻ എന്നെയും കൂടെ പ്രതിയാക്കി പറയുക. കുഞ്ഞാടിന്റെ കല്യാണം എന്നൊക്കെ സമയമില്ലെങ്കിലും പറയുമ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് വിശദീകരിക്കുന്നത് നല്ലതാണ്. അല്ലേ അത് പറയാതിരിക്കുന്നത്, അല്ലേ ഈ രക്ഷിക്കപ്പെടാത്തവരും അക്രൈസ്തവരും മറ്റ് വിഭാഗത്തിലുള്ളവര് അന്തം വിട്ടുപോകും. ഇവർ ഈ ആടിനെ കെട്ടിക്കുന്നത് എന്തിനാന്ന് ചിന്തിക്കും. ചെറുക്കൻ്റെയും പെണ്ണിൻ്റെയും കല്യാണം നടന്നത് അപ്പൊ ഇവര് ആരെ കണ്ടാലും കെട്ടിക്കും, കുഞ്ഞാടിനെ പിടിച്ചു കെട്ടിക്കും. തർക്കം. എന്നോടൊരാൾ ചോദിച്ചാൽ നിങ്ങൾ എന്തിനാ ആടിനെ കെട്ടിക്കുന്നു? പിന്നെ പറഞ്ഞു കൊടുത്ത് ഇന്നതാ വിഷയം. ഓ അതായിരുന്നു, എന്നാൽ പിന്നെ അത് പറഞ്ഞു തരണ്ടേന്ന്. നമ്മൾ മാത്രമാണെങ്കിൽ നമുക്കത് ചില കാര്യങ്ങൾ പിടികിട്ടും. എന്തായാലും കുഞ്ഞാടിന്റെ കല്യാണം, യേശു ക്രിസ്തുവാണ് ഈ കുഞ്ഞാട്, അത് നടുലായിട്ട് നിൽക്കുക. 20-ാം അധ്യായം 1000 ആണ്ട് വാഴ്ച, ദൈവത്തിന്റെ മഹത്വം. 1000 വർഷം ഈ ഭൂമിയെ വാഴും, ഭരിക്കും. അന്ന് അക്രമോ അനീതിയോ മറ്റ് ദോഷവശങ്ങളോ ഒന്നുമില്ല. ആ ഭാഗമൊക്കെ നിങ്ങൾക്കറിയാം, യെശയ്യാ പ്രവചനം കൂടെ ചേർത്ത് പഠിക്കുമ്പോൾ. 21-ാം അധ്യായം പുത്തൻ യെരൂശലേമിനെ ദർശിക്കുക. ഭർത്താവിനായിട്ട് അലങ്കരിച്ച മണവാട്ടിയെ പോലെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയാണ്. ഒരു കണ്ണ് കണ്ടിട്ടില്ല ഒരു മനുഷ്യന്റെ മേളിൽ നിന്ന് വരിക, ദൈവത്തിന്റെ മഹത്വം. മതിലിന്റെ പണിയെ പറ്റിയേ പറഞ്ഞിട്ടുള്ളൂ, ഇതിനകത്തെ പണി എന്നാന്ന് ഒരു കണ്ണ് പോലും കണ്ടിട്ടില്ല. സ്തോത്രം ആട്ടെ. 22-ാം അധ്യായം ഒറ്റവാക്കി പറയാം, നിത്യത. നാം നിത്യതയിലേക്ക് പ്രവേശിക്കുന്നു. ഇപ്പം മരിക്കുന്ന ആരും നിത്യതയിലോട്ട് ഇപ്പം പോകുന്നില്ല. പിന്നെ പോസ്റ്റ് അടിക്കുമ്പോഴും ഫോട്ടോ വെക്കുമ്പോഴെല്ലാം പാപ്പച്ചൻ നിത്യതയിൽ പോകാനൊരു ചാൻസും ഇല്ല, അത് വേറൊരു വിഷയം. സ്തോത്രം. പിന്നെ
ബേച്ചാൻ്റെയും ബാബുച്ചാൻ്റെയും വീട്ടുകാർക്ക് സങ്കടം വരാതിരിക്കാൻ കൊടുത്തിരിക്കുക. ബാബുച്ചൻ സഭായത്തിന് പോലും കൃത്യമായിട്ട് വരാത്ത ആളാ ചിലര്. അപ്പൊ ഇപ്പോൾ ആരും നിത്യതയിലേക്ക് പോകുന്നില്ല. ഇപ്പൊ കർത്താവിൽ നിദ്ര പ്രാപിക്കുക, ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുക, ദൈവത്തിന് മഹത്വം. അതുപോലെ ഞാൻ പറയാനുണ്ട്, ഈ അതൊക്കെ അടിക്കുമ്പോഴും ദൈവമക്കൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കുന്ന നല്ലതാ. സ്തോത്രം. നമുക്ക് ചില ഭാഷ മനസ്സിലാകും, നമ്മുടെ ഭാഷ. വെളിയിലുള്ളവർക്കിത് പിടികിട്ടില്ല. ഒരിക്കലൊരു ഒരാൾ കടന്നു പോയി എഴുതി വെച്ചു, ഓട്ടം ഓടി തികച്ചു. അപ്പോൾ ഒരാൾ ചോദിച്ചു, പുള്ളി സ്പോർട്സിലായിരുന്നു എന്ന് ചോദിച്ചു. കാരണം പുള്ളിക്ക് ഇത് മനസ്സിലാകുന്നില്ല. നമുക്ക് മനസ്സിലാകും. ഓട്ടം ഓടി തികച്ചു. പുള്ളി രക്ഷിക്കപ്പെടാത്ത അക്രൈസ്തവനായ ഒരു സഹോദരനാ. പുള്ളി സ്പോർട്സിലായിരുന്നല്ലോ. കണ്ട, നമുക്ക് ചില ഭാഷ പിടികിട്ട്, ചില മറ്റുള്ളവർക്കിത് പിടികിട്ടുകയല്ല. സ്തോത്രം. വേറെ ആൾ പറഞ്ഞു, എഴുതി വെച്ചു, വീണ്ടും കാണാം. അപ്പോൾ അത് എവിടെ വെച്ചാന്ന് ചോദിച്ചു. ഇത് അറിയാത്തവരുണ്ട്. അപ്പം നമുക്ക് മറുവശമുണ്ട്. ഒരു കണക്കിനത് നല്ലതുവാ. സുവിശേഷം പറയാനൊരു ചാലും കൂടെ ഒരുങ്ങും, അത് പറയുന്നവരാണെങ്കിൽ. സ്തോത്രം. എന്തായാലും ചില ഭാഷകളൊക്കെ നമുക്കേ പിടികിട്ടുള്ളൂ. അത് നമ്മുടെ ഭാഷകളാണ്. ആട്ടെ, ആ ഭാഗത്തേക്ക് പോകുന്നില്ല. ഇന്ന് രാത്രി 3-ാം അധ്യായത്തിന്റെ 20-21 നമ്മൾ വായിച്ചിരിക്കുന്നത്. ഓർപ്പിച്ചല്ലോ, 1-ാം അധ്യായം തേജസ്കരിക്കപ്പെട്ട യേശുക്രിസ്തു. യേശുക്രിസ്തുവിന്റെ ആ തേജസ്കരിക്കപ്പെട്ട രൂപത്തെയാണ് 1-ാം അധ്യായത്തിൽ നമ്മൾ ദർശിക്കുന്നത്. യേശുക്രിസ്തുവിന്റെ സാക്ഷ്യവും ദൈവവചനവും നിമിത്തം യോഹന്നാൻ അപ്പോസ്തലനെ നാട് കടത്തി. അതിന്റെ പശ്ചാത്തല ഭാഗം ഒന്നും ഇപ്പം വിവരിക്കുന്നില്ല, നിങ്ങൾക്ക് എന്നേക്കാൾ നന്നായിട്ട് അറിയാം. എന്തായാലും കൊള്ള 2 കാരണത്താൽ ദൈവദാസനെ നാട് കടത്തി. അതാണ് 9-10 വാക്യം വായിക്കാം. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിന്റെ 9-10 തിരുവെഴുത്തുകൾ വായിക്കാം. നിങ്ങളുടെ സഹോദരനും യേശുവിന്റെ കഷ്ടതയിലും രാജ്യത്തിലും സഹിഷ്ണുതയിലും കൂട്ടാളിയുമായ യോഹന്നാൻ എന്ന ഞാൻ. ആ പദം തന്നെ വളരെ ശ്രദ്ധിക്കണം. നിങ്ങളുടെ സഹോദരൻ, അപ്പോസ്തലനാകുന്ന യോഹന്നാനെ ഒന്ന് പരാമർശിക്കുക. നിങ്ങളുടെ സഹോദരൻ, നിങ്ങളിൽ ഒരു മൂപ്പൻ, അങ്ങനെയൊക്കെയുള്ള പ്രയോഗമാണ്. നമ്മളാ പിന്നെ ഈ പരിവേഷം കൊടുത്തു വച്ചിരിക്കുന്നത്. നമുക്ക് ഒത്തിരി പരിവേഷങ്ങളുണ്ടല്ലോ. സ്തോത്രം. സെന്റർ, ലോക്കല്, ഏരിയ, മിഷൻ സ്റ്റേഷന്. ഒരാളോട് ചോദിച്ചു, അദ്ദേഹം ഏതാ? പൈനിയർ വർക്കറാണെന്ന് പറഞ്ഞു. സ്തോത്രം. ഇതാരാന്ന്? ഇത് സെന്ററാ. ഉണ്ടല്ലോ, ഞാൻ വിവരിക്കുന്നില്ല. ഇതെല്ലാം നമ്മളെ ഒപ്പിക്കുന്ന കാര്യങ്ങളാണ്. എന്നാൽ ഇവിടെ ആ പ്രയോഗം നോക്കിയാൽ നിങ്ങളുടെ സഹോദരൻ, അങ്ങനെ സംബോധന ചെയ്യുന്ന ചിലരുണ്ട്. അത് നല്ലതുമാണ്. ഇനി അതിന് മറുവശമുണ്ട്. വല്യപ്പനെ കയറി സഹോദര എന്ന് വിളിക്കാതിരിക്കുന്നതാ. അങ്ങനെ ബോധമില്ലാത്തവരും ഉണ്ട്. 98 എന്ന അപ്പച്ചനെ കയറി 23 വയസ്സുള്ള ബ്രദറിന്റെ വീട് എവിടെ? ഞാൻ അന്തം വിട്ടുപോയി. നടന്നതാ. ചങ്ങനാശ്ശേരിയിൽ അനിയച്ചൻ ഉണ്ടായിരുന്നു, LIC അനിയച്ചായൻ. അടുത്ത കാലത്ത് അദ്ദേഹം കടന്നുപോയത്. പാസ്റ്റർ VA തമ്പി ആയിട്ട് ആരംഭകാലത്ത് അനിയച്ചായൻ ചങ്ങനാശ്ശേരിയിലെ വേലയ്ക്ക് ചുമല് കൊടുത്തു. മാന്യനായ കർത്തദാസൻ. ഒരിക്കല് അദ്ദേഹത്തിന് അന്ന് ഏതാണ്ട് 80 വയസ്സ് കഴിഞ്ഞു. ഞങ്ങളൊരു സദസ്സിൽ ഇരിക്കുമ്പോൾ ചങ്ങനാശ്ശേരി തന്നെ അടുത്ത കാലത്ത് ഈ മാർഗത്തിൽ വന്ന ഒരു സഹോദരൻ, അവനെ അന്ന് എൻ്റെ ചിന്തയനുസരിച്ച്, കണക്കുകൂട്ടലനുസരിച്ച് ഒരു 22 വയസ്സ് വല്ലതും കാണും. 22 കാണാൻ സാധ്യതയില്ല. പേരെനിക്കറിയാം, പേരിപ്പോൾ പറയത്തില്ല. അപ്പൊ ഞങ്ങളെല്ലാം ഇരിക്കുക. അനിയച്ചായന് ആ ദേശത്ത് ഒരു മാന്യനും പ്രായമുള്ളയാളും ഈ വേലയ്ക്ക് ചുമല് കൊടുത്തയാളാണ്. ഇവൻ ആദ്യമായിട്ട് അനിയച്ചാനെ കാണുക. അപ്പൊ വർത്താനം പറഞ്ഞ കൂട്ടത്തില് ബ്രദറിന്റെ വീട് എവിടെ? അനിയച്ചാനോട് ഇവൻ എന്തേലും വിവരമുണ്ടോ? അപ്പൊ അവനോട് ചോദിച്ചാൽ അവൻ പറയാം, ഞാൻ വചനപ്രകാരമാ. അതങ്ങ് എന്നിട്ട് അപ്പുറം ഇരുന്ന പുള്ളി ഒരു ഷായിച്ചാ നമ്മൾ എന്നാ ചെയ്യണമെന്ന്. ഷായിച്ചാന് 40 വയസ്സ്. മനസ്സിലായില്ല. വചനപ്രകാരം വന്നേ അപ്പനെയും കയറി ബ്രദറെന്ന് വിളിക്കണം. ഒരു സഭയിലാന്നേ വേണ്ടേ? പ്രായമുള്ളവരെ ചിലർക്ക് ബഹുമാനിക്കാൻ അറിയത്തില്ല.
ഏതായാലും ഇവിടെ കൂട്ടുശുശ്രൂഷകരുള്ള ബന്ധത്തിൽ പറഞ്ഞ പദമാ ഞാൻ എടുത്ത് പറഞ്ഞത്. ആട്ടെ, വായിച്ചോ, തർക്കിക്കണ്ട. നിങ്ങളുടെ സഹോദരനും യേശുവിന്റെ കഷ്ടതയിലും യേശുക്രിസ്തുവിന്റെ കഷ്ടതയിലും രാജ്യത്തിലും സഹിഷ്ണുതയിലും കൂട്ടാളിയുമായ യോഹന്നാൻ എന്ന ഞാൻ അവൻ ദൈവമക്കൾക്ക് കൂട്ടായ്മ ഈ വിഷയത്തിലായിരിക്കണം. ഏതിലൊക്കെ? 3 കാര്യമാണ്. യേശുക്രിസ്തുവിന്റെ കഷ്ടതയിലും രാജ്യത്തിലും സഹിഷ്ണുതയിലും. ഇതിനകത്തായിരിക്കണം കൂട്ടായ പ്രവർത്തനം. ഗുണ്ടായിസത്തിലല്ല, ടോർപ്പിടോ വെക്കുന്നതിലല്ല കൂട്ടുവേലക്കാരന് പാര വെക്കുന്നതിലല്ല മറ്റുള്ളവനെ തകർക്കുന്നതിലല്ല കൂട്ടായ്മ കാണിക്കേണ്ടത് യേശുക്രിസ്തുവിന്റെ രാജ്യത്തിലും സഹിഷ്ണുതയിലും കഷ്ടതയിലും കൂട്ടായ്മ. അപ്പൊ അങ്ങനെയുള്ള യോഹന്നാൻ അപ്പോസ്തലൻ കൂട്ടാളിയായി യോഹന്നാൻ എന്ന ഞാൻ ദൈവവചനവും യേശുവിന്റെ സാക്ഷ്യവും നിമിത്തം പത്മോസ് എന്ന ദ്വീപിലായിരുന്നു. അവൻ ദൈവവചനവും യേശുക്രിസ്തുവിന്റെ സാക്ഷ്യവും നിമിത്തം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയട്ടെ, വചന നിമിത്തം നീ നിന്ദിക്കപ്പെട്ടാൽ, വചന നിമിത്തം നീ ഒറ്റപ്പെട്ടാൽ, വചന നിമിത്തം സാക്ഷ്യം നിമിത്തം നിനക്ക് പ്രശ്നങ്ങൾ വന്നാൽ അത് പരിഹരിക്കാൻ നിന്റെ ദൈവം വിശ്വസ്തനാണ്. Praise the Lord. Praise the Lord. Amen. ഒറ്റപ്പെട്ടിരിക്കുക, നാട് കടത്തപ്പെട്ടിരിക്കുക. അത് 2 കാരണത്താല. അതിന് വാന്തിട്ടോ, അടിപിടി കേസ് ഉണ്ടാക്കിയിട്ടോ, കേസ് കൊടുത്തിട്ടോ, തർക്കം ഉണ്ടാക്കിയിട്ടോ, അനിയത്തിയും ചേട്ടനും തന്നെയാണ് ഗുണ്ടായുസം കാണിച്ചോ, അങ്ങനൊന്നും നാട് കടത്തപ്പെട്ടതല്ല. അങ്ങനെ പോകുന്ന ആൾക്കാരുണ്ട്. ചിട്ടി നടത്തി പൊട്ടി അവിടുന്ന് അങ്ങ് മുങ്ങി, നാട്ടുകാരുടെ എല്ലാം കാശ് മേടിച്ചേച്ച് മുങ്ങി പേർഷ്യയെ കൊണ്ടുപോകാന്ന്. പോകേണ്ടവരെല്ലാം വന്ന് വാങ്ങിക്കുക. അപ്പൊ ചോദിച്ചു, ജോയിക്കുട്ടി എന്ത് ചെയ്യുക? ജോയിക്കുട്ടി ഇന്നലെ ഇവിടുന്ന് മുങ്ങി. പിന്നെ അത് തേച്ച് മാച്ചല്ല, പോയി 8 വർഷം കഴിയുമ്പോൾ പുള്ളി വിടുതലിന്റെ ശുശ്രൂഷയായിട്ട്. അങ്ങനെ ഉള്ള ആൾക്കാരും ഉണ്ട്, ഇല്ലാതില്ല. അതാ നല്ലത്. സ്തോത്രം. ഇടപാടെല്ലാം തീർക്കണ്ടേ? സക്കായി മാനസാന്തരപ്പെട്ടു. ചുങ്കക്കാരൻ മാനസാന്തരപ്പെട്ടപ്പം പറഞ്ഞ, ആരോടേലും വല്ലതും ചതിവായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ കാത്തിരിപ്പ് യോഗം വെക്കാന്നും നടുപ്പത്തി തട്ടിയേച്ച് തമ്പേറ് മേടിച്ച് കൊട്ടി ബലപ്പെടാന്നല്ല പറഞ്ഞത്. പക്ഷേ ഞാൻ ചതിവായിട്ടൊക്കെ വാങ്ങിയിട്ടുണ്ട്, അതുകൊണ്ട് ഒരു തീരുമാനമെടുത്ത് നടുപ്പത്തി അങ്ങ് തട്ടുക, ആള് വരുന്നത് കാണണം. ഒരു ചായ്പ് കൂടെ ചരിച്ച് പിടിക്കുക. കാരണം നേരത്തെ മേടിച്ചതെല്ലാം കയ്യിലിരിപ്പുണ്ട്. സ്തോത്രം. ഒരു പുതിയ തമ്പേർ ഇതിനെ അടിച്ചിട്ട് ആയോ ഇല്ല തന്നെയല്ല, ശബ്ദവും കേൾക്കുന്നില്ല. അതൊന്നും അല്ല പറഞ്ഞത്. ചതിവായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ 4 മടങ്ങ് തിരിച്ചു കൊടുക്കും. അത് ചെയ്യണം. അപ്പൊ എന്തായാലും യോഹന്നാൻ അപ്പോസ്തലൻ നാട് കടത്തപ്പെട്ടത് 2 കാരണത്താല. 1 ദൈവവചന നിമിത്തം, 2 യേശുക്രിസ്തുവിന്റെ സാക്ഷ്യം നിമിത്തം. ഈ വചനവും സാക്ഷ്യവും നിമിത്തം പീഡകളോ പ്രശ്നങ്ങളോ പോരാട്ടങ്ങളോ വന്നാൽ പതറരുത്, നിരാശപ്പെട്ടു പോകരുത്. ദൈവം നിന്നെ തള്ളിക്കളയത്തില്ല, ദൈവം നിന്നെ ഉപേക്ഷിക്കത്തില്ല, ദൈവം നിന്നെ തകർത്ത് കളയത്തില്ല. ദൈവം നിന്റെ കൂടെ ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. അതെ, ഈ അന്നത്തെ ഗവൺമെന്റ് ഈ യോഹന്നാൻ അപ്പോസ്തലനെ ഒരു ചെറിയ വള്ളത്തെ കയറ്റി തെള്ളി വിട്ടെന്നൊക്കെ ചരിത്രം പഠിച്ചിട്ടുള്ളവർ പറയുന്നത്. തെള്ളി അങ്ങോട്ട് വിട്ടപ്പം തിളച്ച എണ്ണയ്ക്കകത്തിട്ടു വറുത്തു കോരാൻ. പുള്ളിക്ക് കുഴപ്പമൊന്നും വന്നില്ല. അതൊക്കെ ചരിത്രമാ, വേദപുസ്തകത്തിൽ എഴുതി വെച്ചിട്ടില്ല. എന്നേക്കാൾ നന്നായിട്ട് ചരിത്രം പഠിച്ചിട്ടുള്ളവരും അതിനെപ്പറ്റി നന്നായിട്ട് സംസാരിക്കുന്നവരുണ്ട്. തിളച്ച എണ്ണയ്ക്കകത്ത് യോഹന്നാന് കിട്ടു. ഉപ്പേരി വറക്കും പോലെ വറുത്തെടുക്കാനാ. പക്ഷേ എണ്ണ വെട്ടി തിളയ്ക്കുക, തിളച്ച എണ്ണയ്ക്കകത്ത് ഇടാൻ പോകുകയാണെങ്കിലും യോഹന്നാന് യാതൊരു ശങ്കയില്ല. അതിന്റെ കാരണം മറ്റൊന്നുമല്ല, എൻ്റെ ചിന്തയാ. യോഹന്നാൻ പേടിക്കാഞ്ഞതിന്റെ കാരണം ദാനിയേൽ പ്രവചനത്തിലെ വാക്യം താൻ ഓർത്ത് കാണും. സ്തോത്രം. തീക്കകത്തൂടെ 4മതൊരു നടന്നിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. അവനെയാ ഞാൻ ഭജിക്കുന്നത്, അവനെയാ ഞാൻ ആരാധിക്കുന്നത്. 4മത് ഒരുവൻ തീച്ചൂളക്കകത്തൂടെ നടക്കുന്നത് അവര് കണ്ടു. അവന്റെ രൂപം ദൈവദൂതന്റെ രൂപം പോലെ, തീയുടെ മണം പോലും ഏശിയില്ല. അതുകൊണ്ട് യോഹന്നാൻ അറിയാ, ഈ തിളച്ച എണ്ണയ്ക്കകത്തിട്ടാലും ഒരു കുഴപ്പവും വരത്തില്ല. ഈ തിളച്ച എണ്ണയ്ക്കകത്ത് 4മത് ഒരുവൻ എൻ്റെ കൂടെ ഇറങ്ങും. പിന്നെ ഞാൻ എൻ്റെ ശൈലി പറയാനുണ്ട്. യോഹന്നാൻ അപ്പോസ്തലൻ അത് ഈ നന്മയ്ക്കായിട്ടാണെന്നങ്ങ് ചിന്തിച്ചു. കാരണം അപ്പോസ്തലന്മാരുടെ ആരംഭകാലമൊക്കെ പഠിച്ചാൽ ഭൗതികമായി വലിയ മെച്ചമൊന്നുമില്ല. ഒരു കൊരണ്ടി പോലും ഇതുങ്ങൾക്ക് ഇരിക്കാനില്ല.
യോഗം നടത്താൻ സ്ഥലമൊന്നുമില്ല. അതുകൊണ്ടാണല്ലോ യേശുവും ശിഷ്യന്മാരും പല സ്ഥലങ്ങളിലൊക്കെ പോയി യോഗം നടത്തി പിന്നെ വല്ല വീട്ടിലൊക്കെയാണ് താമസിക്കുന്നത്. രാത്രി യേശു പോയിരുന്ന് പ്രാർത്ഥിക്കും. ശിഷ്യന്മാരോട് ഒരിക്കൽ പറഞ്ഞു, പെസക ഒരുക്കാൻ പറഞ്ഞു. അവർ എവിടാ ഒരുക്കെന്ന് ചോദിച്ചു. അത് നിങ്ങൾ എന്നോട് തൊട്ട് ചെല്ലാൻ പറഞ്ഞു. അങ്ങനെയുള്ള സ്ഥലവും സൗകര്യവും ഒന്നും ഇല്ല. വളരെ ബുദ്ധിമുട്ടാണ്. യോഗമൊക്കെ കഴിഞ്ഞ് വിശന്ന് പ്രാണം തല്ലിയായി ഇതുങ്ങളിൽ പോകുന്നത്. അത് ആരാണ്ടര വയലിറങ്ങി കതിരി പറിച്ച് തിരുമ്പി വിശന്ന്. നമുക്കാന്നെ യോഗം ഒന്നും നടന്നില്ലെങ്കിലും ചാപ്പാട് നന്നായിട്ട് നടക്കുന്നുണ്ട്. യോഗം ഇച്ചിരി ക്ഷീണം വന്നാലും ചാപ്പാടിന് ഒരു ക്ഷീണവും വരികയില്ല. യോഗത്തിനിരുന്ന് ഉറങ്ങിയാലും ചാപ്പാടിൻ്റെ സമയത്ത് ഉണർന്നിരുന്ന് അതെല്ലാം ചോദിച്ച് മേടിച്ച് അത് നമ്മുടെ രീതികളാണ്. സ്തോത്രം. യോഗത്തിനൊരു വാക്യം പറന്നു പോയാൽ അതൊക്കെ പോട്ടെന്ന് പറയും. പക്ഷേ ഭക്ഷണത്തിന് കാര്യം പറയും, പപ്പടം തന്നില്ലെന്ന് പറയും. അത് കൃത്യമായിട്ട് നമ്മൾ ചോദിച്ച് നല്ലതാ, അത് അങ്ങനെ ഇരിക്കട്ടെ. അപ്പോൾ ആരംഭകാലത്ത് അപ്പോസ്തലന്മാർക്ക് ഉടുതുണിക്ക് മറുതുണിയില്ല. അങ്ങനെ ആണെന്നുള്ള പുസ്തകത്തിൽ വാക്യവും. ഈ നാഴിക വരെ ഞങ്ങൾ വിശന്നും ദാഹിച്ചും ഉടുപ്പാനില്ലാതെ ഈ കുത്തുകൊണ്ടും സ്ഥിരവാസം കൂടാതെയും. അങ്ങനെ ആ പുസ്തകത്തിലെ വാക്യം. ഇങ്ങനെയുള്ള അപ്പോസ്തലന്മാർ വളരെ ബുദ്ധിമുട്ടിക്കൂടാ പലരും പോകുന്നത്. അപ്പൊ എൻ്റെ ഒരു ചെറിയ ചിന്ത, യോഹന്നാൻ അപ്പോസ്തലൻ ചിന്തിച്ച് കാണും. ഈ പീഡയും പ്രയാസവും പ്രായമൊക്കെ ഉണ്ട്. ദൈവമേ, ഒന്ന് എണ്ണ തേച്ച് കുളിച്ചാൽ കൊള്ളാം, നല്ലതുപോലെ ഇച്ചിരി എണ്ണ കാച്ചിയ എണ്ണ തേച്ച് കുളിച്ചാൽ കൊള്ളാം എന്നൊക്കെ ആഗ്രഹിച്ച് കാണും. അത് ഇച്ചിരി കാച്ചെണ്ണ കിട്ടിയാൽ മതി എന്നായിരിക്കും ചിന്തിച്ചത്. ദൈവം കൊടുത്തപ്പോൾ ഒരു വാർപ്പിനകത്ത് നിറച്ച് എണ്ണ കാച്ചിട്ടിരിക്കുക. ഇതാ ദൈവത്തിൻ്റെ പദ്ധതി. അപ്പം അത് നന്മയ്ക്കായിട്ട് കൂടി വ്യാപരിക്കും. സ്തോത്രം. നമ്മൾ ഓർക്കുന്നത് ചില പ്രശ്നങ്ങൾ നമ്മളെ മുടിച്ചു കളയാനാ. അല്ലല്ല, അത് നന്മയ്ക്കാണ്. ചില പോരാട്ടങ്ങൾ വരുന്നത് നമ്മൾ ഓർക്കുന്നത് ഇതോടെ നമ്മളെ നശിപ്പിക്കാൻ അല്ലല്ല, ദൈവപ്രവൃത്തി വെളിപ്പെടാനാ. ദൈവം ആരാണെന്ന് ഒന്നുകൂടെ നിനക്ക് വെളിപ്പെടുത്തി തരാനാ. യോഹന്നാൻ അപ്പോസ്തലനും മറ്റപ്പോസ്തലന്മാരും ഒക്കെ ചിന്തിച്ച് കാണും, കാച്ചെണ്ണ തേച്ച് അല്പം കുളിച്ചാൽ. കാശുള്ളവർക്ക് അതൊക്കെ പിന്നെ സ്തോത്രം. ആട്ടെ, ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. അപ്പൊ ഇച്ചിരി എണ്ണ തേച്ച് നിറകെ വെക്കാൻ ഇച്ചിരി എണ്ണയില്ല, പിന്നെ സ്തോത്ര കാച്ചെണ്ണ തേച്ച് കുളിക്കുന്നത്. അപ്പൊ യോഹന്നാൻ അപ്പോസ്തലൻ ചിന്തിച്ച് കാണിച്ചിട്ട് കാച്ചെണ്ണ കിട്ടിയിരുന്നെങ്കിൽ തേച്ച് കുളിക്കാം. ഈ ചില ആഗ്രഹത്തെയൊക്കെ ദൈവം നിറവേറ്റി തരും. ഒരല്പ കാച്ചെണ്ണയാ പുള്ളി പ്രതീക്ഷിച്ചത്. പക്ഷെ ദൈവം തമ്പുരാൻ കൊടുത്തപ്പം ഒരു വലിയ വാർപ്പിനകത്ത് എണ്ണ കാച്ചിട്ടിരിക്കുക. എടുത്ത് അതിനകത്തിട്ട് ഇച്ചിരി എണ്ണ തേക്കാനായിരുന്നെങ്കിലും എണ്ണയ്ക്കകത്ത് മുങ്ങിപ്പൊങ്ങി. പക്ഷെ ഒരു കുഴപ്പമൊന്നുമില്ല. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഒരു കുഴപ്പവും വന്നില്ല. നിനക്കൊരു കുഴപ്പവും വരികയില്ല. നീ വചനത്തിന് വേണ്ടി നിന്നാൽ, പ്രമാണത്തിന് വേണ്ടി നിന്നാൽ, ഈ സാക്ഷ്യത്തോടെ നിന്നാൽ നിനക്ക് വരാൻ ദൈവം അനുവദിക്കത്തില്ല. യഹോവ ഒരു ദോഷവും തട്ടാതെ വേണം നിന്നെ പരിപാലിക്കും. അവൻ നിന്റെ പ്രാണനെ പരിപാലിക്കും. അവൻ യഹോവ നിന്റെ ഗമനത്തെയും ആഗമനത്തെയും ഇന്ന് മുതൽ എന്നേക്കും പരിപാലിക്കും. എരിയും തീച്ചുള്ള എതിരായെരിഞ്ഞാൽ പോൽ വീഴ്ത്തപ്പെട്ടാൻ എരിയും തീച്ചുളയേരി എരിഞ്ഞാൽ ശദ്രക്കിനെ പോൽ വീഴ്ത്തപ്പെട്ടാൻ എന്നോട് കൂടെയും അഗ്നിയിലിറങ്ങി വെന്തിടാതെ പ്രിയൻ വിടുവിക്കും. എന്നോട് കൂടെയും അഗ്നിയിലിറങ്ങി വെന്തിടാതെ പ്രിയൻ വിടുവിക്കും. പതറുകയില്ല ഞാൻ, പതറുകയില്ല ഞാൻ. പ്രതികൂലമനവധി വന്നിടിലും വീഴുകയില്ല, വീഴുകയില്ല ഞാൻ. കഷ്ടതയനവധി വന്നിടിലും എൻ കാത്തൻ കാത്തിടും, എൻ പ്രിയൻ പോറ്റിടും. എന്നാഥൻ നടത്തിയിടും അന്ത്യം വരെ. എൻ കാത്തൻ കാത്തിടും, എൻ പ്രിയൻ പോറ്റിടും. എന്നാഥൻ നടത്തിയിടും അന്ത്യം വരെ. ദൈവത്തെ സ്തുതിക്ക്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ നല്ല ആഗ്രഹങ്ങളെ ചിലതൊക്കെ ദൈവം നിറവേറ്റി തരും. അപ്പോൾ കാച്ചെണ്ണയ്ക്കകത്തിട്ടും ഒരു കുഴപ്പവും വന്നില്ല. അപ്പൊ അവർക്ക് മനസ്സിലായി, തിളച്ച എണ്ണയ്ക്കകത്തിട്ടാലൊന്നും ഇത് തീരുന്ന കേസ് അല്ല. അങ്ങനെയൊക്കെ ചിന്തിച്ച ചില ആൾക്കാരുണ്ട്. പെന്തിക്കോസ് നശിപ്പിക്കാനും തകർക്കാനും തല്ലി ഓടിച്ചാൽ ഇതുങ്ങൾ അങ്ങ് ഓടിപ്പോകും. തല്ലി ഓടിച്ചവനെല്ലാം കുഴഞ്ഞതല്ലാതെ പെന്തിക്കോസിന് കുഴപ്പമൊന്നും വന്നിട്ടില്ല. ഇവിടെ തല്ല് കിട്ടുമ്പോൾ നേരെ അപ്പുറത്ത് പോയി യോഗം നടത്തും. അവിടെ തല്ല് കിട്ടുമ്പോൾ നേരെ കല്യാത്ര മുക്കിപ്പോയി
യോഗം നടത്തും. അവിടെ അടി തരുമ്പോൾ നേരെ നമ്മുടെ ടിപ്പിയൻകാരുടെ അവിടെ പരമ്പൂരോ അവിടെ പോയി യോഗം നടത്തും. അവിടെ തല്ല് കിട്ടുമ്പോൾ നേരെ ഞങ്ങൾ കോടുകുളഞ്ഞിക്ക് പോവും. കോടുകുളഞ്ഞിലിട്ട് അടിക്കുമ്പോൾ നേരെ കൊല്ലകടവ് പാലത്തിൻ്റെ അവിടെ പോയി യോഗം നടത്തും. ഊടുപാട് തരുമ്പോൾ ഊടുപാട് യോഗം നടത്തും. വേറെ കാര്യമൊന്നുമില്ല. സ്തോത്രം. അടിച്ചവൻ ഒന്നെങ്കിൽ ഇതിനകത്ത് വരും, ഇല്ലേ അടിച്ചവൻ കുഴഞ്ഞ് അവൻ പരുവക്കേടാകും. ഈ മാർഗത്തിന് ഒരു കുഴപ്പവും വരികയില്ല. അങ്ങനെ ഇത് തുടങ്ങിയത്. പാട്ട കൊട്ടി കളിയാക്കിയവരും ചാണകവെള്ളം തളിച്ചവരും പന്തി നിറക്കി വിട്ടവരും വസ്തുവിന്റെ ആഘോണം പടിക്ക് ഓഹരി കൊടുക്കാതെ അവരെ പീഡിപ്പിച്ചവരും വീട്ടിൽ നിന്ന് ഇറക്കി വിടുകയും കടത്തിനെ കിടക്കുകയും റോഡിലൊക്കെ കടന്ന ധാരാളം ആൾക്കാരുണ്ട്. പക്ഷെ അവരെല്ലാം ഈ പ്രമാണത്തിന് വേണ്ടി നിന്നു. അവരെ ദൈവം മറന്നില്ല, അവരുടെ സന്തതിയെ മറന്നില്ല. ഈ വെൺമണിയിൽ ഇതുപോലെ സാക്ഷ്യം പറയാൻ ധാരാളം ആൾക്കാരുണ്ട്. സ്തോത്രം, സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഞങ്ങളെ വളരെ സ്നേഹിക്കുന്ന, സഭയെ സ്നേഹിക്കുന്ന ആളാണ് നമ്മുടെ കോശിച്ചായനും തങ്കമ്മാമയും വെൺമണിയിലെ. അവരെ ഇപ്പം ഡാളസിലുണ്ട്. ആ ഭവനത്തിൽ ഞാൻ പാർത്ത് ശുശ്രൂഷിച്ചിട്ടുണ്ട്. ധാരാളം സാക്ഷ്യങ്ങൾ അവർ പറഞ്ഞിട്ടുണ്ട് ആരംഭകാലത്ത്. ദൈവത്തിന് മഹത്വം. വീട്ടുപേര് ആദിക്കാട്ടയത്ത്. പിന്നെ പഴയ ആൾക്കാരാ. അങ്ങനെ ധാരാളം ആൾക്കാര്. അപ്പൊ ചുരുക്കി പറഞ്ഞ അവരൊക്കെ ഇതിനു വേണ്ടി നിലനിന്നവരാ. അവരുടെ തലമുറകളെയും കുടുംബാംഗങ്ങളെയും ദൈവം മറന്നില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഇത് നശിപ്പിച്ച് കളയാനും തകർത്ത് കളയാനൊക്കെ നോക്കിയവർ തകർന്നതല്ലാതെ ഒന്നെങ്കിൽ അവർ ഈ മാർഗത്തിൽ വന്നു, അല്ലെങ്കിൽ അതോടെ തീർന്നു. ദൈവത്തിന്റെ മകത്ത് ഈ മാർഗത്തിന് ഒരു കുഴപ്പം വന്നിട്ടില്ല, വരികയില്ല. ഈ അടുത്ത കാലത്ത് ചില വിഷയത്തോട് ബന്ധപ്പെട്ട ഒരാൾ പറഞ്ഞു പെന്തിക്കോസ് എല്ലാം പോയെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു പെന്തിക്കോസ് ഒന്നും പോയിട്ടില്ല, നീ മിക്കവാറും പോകാൻ സാധ്യത ഉണ്ട്. പെന്തിക്കോസിന് ഒരു കുഴപ്പവും വന്നിട്ടില്ല. മിക്കവാറും നീ പോകാൻ സാധ്യത ഉണ്ട്, നിന്റെ രീതിയും ഒക്കെ കണ്ടിട്ട്. പെന്തിക്കോസിന് ഒരു കുഴപ്പവും വരികയല്ല. പെന്തിക്കോസ് ഒന്നും പോയിട്ടില്ല. പെന്തിക്കോസ് എന്ന് പറഞ്ഞാൽ ഈ കെട്ടിടമല്ല, പെന്തിക്കോസ് അനുഭവമാണ്. ആത്മനിറവിൽ ദൈവത്തെ ആരാധിക്കുന്നത് അതാ പെന്തിക്കോസ്. ചെല്ലു ധരിക്കുന്ന ഈ ബിൽഡിംഗ് ആ പെന്തിക്കോസ് എന്നല്ല. സ്തോത്രം. ഇതുപോലെ ഇറക്കമുള്ള ജിപ്പായിട്ട് വരുന്നത് ആ പെന്തിക്കോസ് എന്നാ, അതൊന്നും അല്ല പെന്തിക്കോസ്. സ്തോത്രം. പെന്തിക്കോസ് എന്ന് പറഞ്ഞ അനുഭവമാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ നൃത്തം ചെയ്ത് ദൈവത്തെ ആരാധിച്ച് ആത്മാവിൽ ബലപ്പെടുന്ന അതാ പെന്തിക്കോസ്. അതിന് ഒരു കുഴപ്പവും വന്നിട്ടുമില്ല, ഇനി വരികയില്ല. അപ്പൊ അന്നത്തെ അധികാരികളും രാജാക്കന്മാരും ചിന്തിച്ചത് തിളച്ച എണ്ണയ്ക്കകത്തിടുമ്പോ തീ കൂടുമ്പം, തീയുടെ ചൂട് കൂട്ടുമ്പം പെന്തിക്കോസ് നിന്നില്ല. അപ്പൊ അവര് മനസ്സിലായി പിന്നെ എന്താ പോംപടി. അപ്പം വേറെ ഇതിനെപ്പറ്റി പഠിച്ചവര് പറഞ്ഞൊരു ഒരു ചെറിയ വള്ളത്തെ യോഹന്നാനെ കയറ്റി എല്ലാവരും കൂടെ ചേർന്ന് കയ്യും കാലും കെട്ടി ബന്ധിച്ച് ഈ വള്ളം പിടിച്ച് തള്ളിയെന്നാണ്. പുള്ളി ഇതിനകത്ത് പോകുന്ന പോക്കിനെ ഏതോ ഒരുത്തൻ ആ കുന്തം കൊണ്ടൊരു കുത്ത് വള്ളത്തിന്റെ പള്ളയില്. അപ്പം വള്ളം വെള്ളത്തിലോട്ടിറങ്ങി, പള്ളയ്ക്കൊരു കുത്തും. വെള്ളം ഈ സുഷിരത്തിനകത്തൂടെ വള്ളത്തിനകത്ത് കയറി. പുള്ളിയെ കയ്യും കാലും കെട്ടിയിട്ടിരിക്കുക. വള്ളത്തിനകത്ത് വെള്ളം കയറി. വെള്ളം കുടിച്ച് ഉപദേശി ചത്തുപോകുമെന്ന ചിന്തിച്ചത്. പുള്ളിക്ക് വെള്ളത്തെയും പേടിയില്ല. കാരണം പുള്ളി പണ്ട് കണ്ടതാ വെള്ളത്തിന്റെ മേളിൽ കൂടെ നടന്നു വരുന്നത്. സ്തോത്രം. അതുകൊണ്ട് വെള്ളവും പേടിയില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പോസ്തലന്മാര് കണ്ടതാ. സ്തോത്രം. നേരെ കടലിന്റെ മീതെ. സ്തോത്രം. കാറുകൊണ്ടാകാശമതിഘോരമായി കാറ്റടിച്ചു തിരമാല ഗർവവുമായി. കാറുകൊണ്ടാകാശമതിഘോരമായി കാറ്റടിച്ചു തിരമാല ഗർവവുമായി. അതിഘോരമായി കാറ്റടിച്ചു തിരമാല ഗർവവുമായി. അടുക്കുവാനുള്ള ആശയുണ്ട് നടുക്കടലിൽ പടകുമായി തിടുക്കമായി കടലും കോപിച്ചു. പരിപാലകനെ എന്നെ സഹായിക്കണേ, പരിപാലകനെ എന്നെ സഹായിക്കണേ.
അടുക്കുവാനുള്ള ആഴ്ചയുണ്ട്. നടുക്കടലിൽ പടകുമായി തിടുക്കമായി കടലും കോപിച്ചു. പരിപാലകനെ എന്നെ സഹായിക്കണേ, പരിപാലകനെ എന്നെ സഹായിക്കണേ. വൻകടലക്കരെ പോവാൻ ചൊന്ന വാക്ക് ഇമ്പമോടെ കേട്ടതല്ല യാത്രയും ചെയ്തു. വൻകടലക്കരെ പോവാൻ ചൊന്ന വാക്ക് ഇമ്പമോടെ കേട്ടതല്ല യാത്രയും ചെയ്തു. അടുക്കുവാനുള്ള ആശയുണ്ടു. നടുക്കടലിൽ പടകുമായി തിടുക്കമായി കടലും കോപിച്ചു. പരിപാലകനെ എന്നെ സഹായിക്കണേ, പരിപാലകനെ എന്നെ സഹായിക്കണേ, പരിപാലകനെ എന്നെ സഹായിക്കണേ. അപ്പൊ ശ്രദ്ധിക്കുക, ഈ വെള്ളവും വള്ളവും ഒന്നും അപ്പോസ്തലന് വിഷയമല്ല. അപ്പോസ്തലൻ അറിയാം, ഞാൻ സേവിക്കുന്നവൻ, ഞാൻ ആരാധിക്കുന്നവൻ, ഞാൻ ഭജിക്കുന്നവൻ, എന്നെ രക്ഷിച്ചവൻ, അവൻ ഈ കാണുന്ന സകലത്തെ സൃഷ്ടിച്ചവൻ, സകലത്തെയും നിർമ്മിച്ചവൻ, സകലത്തിന്മേലും അധികാരമുള്ളവൻ. മാത്രമല്ല പണ്ട് കണ്ടതാ അവൻ കടലിന്റെ മീതെ നടന്നു വരുന്നവൻ. അതുകൊണ്ട് വെള്ളവും വള്ളവും ഒന്നും വിഷയമല്ല. അങ്ങനെ രണ്ട് കാരണത്താൽ ഇത് ദിശ തെറ്റി കാറ്റടിച്ച് ഇത് പത്മോസിലൊക്കെ വന്നെന്ന ഇതിനെപ്പറ്റി പഠിച്ചവരൊക്കെ പറയുന്നത്, സ്തോത്രം, എനിക്ക് വലിയ പഠിത്തമൊന്നുമില്ല, അതെന്റെ പ്രസംഗം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ. സ്തോത്രം, അത് പഠിച്ചവരെ അങ്ങനെ ഇതിനെപ്പറ്റി പറയുന്നത്. ആട്ടെ, എന്തായാലും കൊണ്ടാ പത്മോസ് എന്ന ദ്വീപിൽ ചെന്നു. നാട് കടത്തപ്പെട്ടവനാ. 9-ാമത്തെ വാക്യവും 10-ാമത്തെ വാക്യവും ചേർത്ത് പഠിക്കുമ്പോൾ അവിടെ ചെന്ന് പ്രാഗിയെ അലക്കുകയോ ഒന്നും ചെയ്യുകയല്ല. നമ്മളായിരുന്നു അവിടെ കടന്ന് അറിഞ്ഞു കുത്തി പ്രാഗിയെയും, സ്തോത്രം, പീറ്ററിനെയും പ്രാഗി, സ്തോത്രം, പൗലോസിനെയും പ്രാഗി, യേശുവിനെ നേരത്തെ പ്രാഗും, സ്തോത്രം, അങ്ങനെ പ്രാഗിയവരുണ്ടല്ലോ. സ്തോത്രം, ഈ മാർഗത്ത് വന്നതാ ഇപ്പം ഇങ്ങനൊക്കെ മായി വരുന്നതെല്ലാം വിളിച്ചു പറയും. എന്നാൽ യോഹന്നാൻ അപ്പോസ്തലൻ പ്രാഗിയെ അലക്കിയ ഒന്നുമല്ല, കർത്തൃദിവസത്തിൽ ആത്മവിവശനായി. സ്തോത്രം. ഒരു കാര്യം പെന്തിക്കോസുകാരോട് പറയാം, ഈ കർത്തൃദിവസത്തിന്റെ ആത്മനിറവിൽ ദൈവത്തെ ആരാധിക്കണം. ഞായറാഴ്ച വന്ന ഓരോ കസേരയ്ക്കകത്ത് കുട്ടത്തിമാക്കി ഇരിക്കുമ്പോൾ ഇരിക്കുകയല്ല, ഇടയ്ക്കിടയ്ക്കൊന്ന് മുക്കറായിടുകയും. എന്തിന് നീ വരുന്നു? ചില സഭയിലൊക്കെ ഫിക്സഡ് കസേരയാ, അവിടെ വേറെ ജീവന് കൊതിയുള്ളവൻ കയറി ഇരിക്കുകയില്ല. ഇരുന്നാൽ അവനെ അന്നേരം വെടിവെക്കും അവര്. ഇന്നത്തെ പേപ്പറിൽ ഉണ്ടായിരുന്ന ഭാര്യയെ ഒരുത്തൻ വെടിവെച്ച് കൊന്നു. സ്തോത്രം. അമേരിക്കല്ല, അവിടെ നടക്കുള്ളൂ ഇതൊക്കെ. ഇവിടെ നടക്കും. ഇപ്പം സൂക്ഷിച്ചിരുന്നോണം എല്ലാരും. അപ്പോഴാ പിന്നെ ഇവിടെയും വിഷയങ്ങളായി. ഇവിടെ ഒരുത്തൻ ചേട്ടനും അനിയനോട് ഒരുത്തൻ വെടി വെച്ച് കൊന്നില്ലേ, വസ്തു തർക്കം. പിന്നെ പാലായിലെങ്ങാണ്ട്, കോട്ടയം പാലായില്ല, വസ്തുവാ. അപ്പൊ ഇവിടെ ഉണ്ട് തോക്കുമൊക്കെ. അപ്പൊ എന്തായാലും ഒരു കാര്യം പറയാം, അങ്ങനെയുള്ള ആൾക്കാര് പലയിടങ്ങളിലും ഉണ്ട്. എന്നാൽ കർത്തൃദിവസത്തിന് ആത്മവിവശനായെന്ന സഭായകത്തിന് കൂടുമ്പോൾ പാടുകയും പ്രാർത്ഥിക്കുകയും ആത്മാവി നിറയുകയും ദൈവത്തെ സ്തുതിക്കുകയും, അത് സങ്കീർത്തനോ പ്രബോധനോ അന്യഭാഷയും ഭാഷകളുടെ വ്യാഖ്യാനോ പ്രവചനോ വീര്യപ്രവൃത്തി രോഗശാന്തി ഉണ്ടായിരിക്കണം. അതാ സഭായോഗം. ഇതൊക്കെ കൂടി വരുമ്പോ ഉണ്ടായിരിക്കണം. ഇത് ചത്തേ ചതഞ്ഞ എന്ന് പറഞ്ഞ് 2 പാട്ട്, സ്തോത്രം, ബെറ്റിലെ ചുണ്ണാമ്പ് തൂക്കും പോലെ. പിന്നെ അങ്ങനെ ഇരിക്കുമ്പോൾ ഒടുവില് നമ്മള് കോഴിയെ പിടിക്കാൻ നിർത്തുന്നത് പടയ്ക്കുന്നത് പോലെ, അല്ല, വെള്ളക്കോഴി ഉണ്ടല്ലോ, ബ്രോയിലർ കോഴി, അതാ ഒടുവില തീർന്നു. ഇതല്ല സഭായോഗം. കർത്തൃദിവസത്തിൽ ആത്മവിവശനായെന്ന, ഇനി മറുവശം കൊണ്ട് ആത്മവിവശനായെന്ന, അവശനായെന്നല്ല.
ഇപ്പം മിക്കൊരു ആവശ്യത, കാരണം പൊത്തൊന്ന് താഴെ വീണ് ആവശ്യതപ്പെട്ട് തലയെ ഇടിച്ച് ബൈബിളും തെറിച്ചു പോയി. അടുത്ത വന്ന സഹോദരി താങ്ങി എഴുന്നേപ്പിച്ച്, എന്തോ പറ്റിയമ്മ എന്നാ വൈകിട്ട് യോഗത്തിന് വരിക. ഈ 190 പേരുള്ള പെണ്ണുങ്ങൾ 101 വീണ എണ്ണമില്ലാതിരിക്കുമോ? ആ വിവശതയല്ല ഈ പറഞ്ഞത്. കർത്തൃദിവസത്തിൽ ആത്മവിവശനായെന്ന്. ഈ ആത്മവിവശത വന്നാൽ ബോധം പോകുകയല്ല, ബോധം വരിക. കാരണം താനോട്ട് പഠിക്കുമ്പോൾ കണ്ടു, കേട്ടു, എഴുതി, ഓർത്തു, അറിഞ്ഞു. അതാണല്ലോ അടുത്ത വാക്യം. കർത്തൃദിവസത്തിൽ ആത്മവിവശനായി. അടുത്തത്, നീ കാണുന്ന ഒരു പുസ്തകത്തിൽ എഴുതി. ആത്മവിവശത വന്നു കഴിഞ്ഞപ്പോ കണ്ടല്ലോ. അല്ലാതെ കണ്ണുടച്ചൊന്നും അറിയാതെ കിടക്കുക. നമ്മൾ എന്തോ പറ്റി, എന്നാന്ന് എനിക്കും അറിയാൻ പറ്റില്ല പാസ്റ്റർ, ഇങ്ങനെ വെക്കുന്നതാണ് ഞാൻ വീഴുന്നത്, എന്നാന്ന് എനിക്കും ഇന്നാളും വീണായിരുന്നു. ഞാൻ എപ്പോഴും വീഴുമല്ലോ. ഓ എന്നാ ഞാൻ അതിനായി പോകുന്നത്. ഈ പറമ്പിലും പാടത്തും പോയി കിടക്കേണ്ട വല്ല വീട്ടിൽ കാട്ടില്ലല്ലയോ? ഈ ഗ്രൗണ്ടിൽ ഓടിച്ചോടത്തില്ല ഞാൻ ഈ ഒത്തൊന്നും പറഞ്ഞ് അവിടെ കിടന്ന് വീണ് വീട്ടിൽ കിടക്കേ. ആ വീഴ്ചയല്ല ഇത്. ഇത് കർത്തൃദിവസത്തിൽ ആത്മവിവശനായി. അപ്പൊ ആത്മവിവശത വന്നാൽ എന്തൊക്കെ സംഭവിക്കുന്നു? അതാണോട്ട് ആത്മവിവശനായി. നീ കാണുന്നത് കാണും. ചള്ളുമ്പോട്ടും കാണുകയല്ല, കാണേണ്ടത് പോലെ കാണുക. സ്തോത്രം. ഉരുളി കമത്തിയതായിട്ട് കാണുന്നു. എല്ലാവരും വീട്ടിൽ അങ്ങനെ വെച്ചേക്കുന്നത്. ആരും ഉരുളി കഴുകി വെച്ച് മലത്തി വെക്കുകയല്ല. എല്ലാ വീട്ടിലും ഉരുളി അല്ലേ? അല്ലേ അമ്മേ? നന്നായിട്ട് പറ. കമത്തിയല്ലേ വെക്കുന്നേ? എല്ലായിടത്തും കമത്തിയാ വെക്കുന്നത്. ചള്ളുമ്പോട്ടും കാണുകയല്ല, കാണേണ്ടവനെ കാണേണ്ടത് പോലെ കാണുക. അപ്പൊ ആത്മവിവശത വന്നാൽ ഇത് സംഭവിക്കും. നീ കാണുന്നത് ഒരു പുസ്തകത്തിൽ എഴുതും. പിന്നെ എഫെസോസ്, തെറ്റരുത്, സഭയുടെ പേരൊന്നും തെറ്റി. എഫെസോസ്, സ്മുർന, പെർഗമോസ്, തുയത്തൈര, സർദീസ്, ഫിലദൽഫിയ, ലവോദിക്കിയ. കൃത്യമല്ലേ പറഞ്ഞത്? തെറ്റത്തില്ലെന്ന്. ഓർമ്മക്കേട് വരികയല്ലെന്ന് വിഭജന വന്നാൽ. എന്തുവാ കണ്ടത്? ഏതാണ്ട് കണ്ടു. അത് പറവോൻ അങ്ങനാ പറഞ്ഞ്. നിനക്ക് പറവോന്റെ ആത്മാവാ. ഇവിടെ കണ്ടതിനെ പറ്റി അറിയത്തില്ലേ? പുള്ളി പറഞ്ഞു ഞാൻ എന്തോ ഒന്ന് കണ്ട കാര്യം പറഞ്ഞില്ലേ, നിന്നെ എല്ലാം കണ്ടിക്കും. എങ്ങനുണ്ട്? ഞാൻ എന്തോ കണ്ട കാര്യം നീയൊക്കെ പറഞ്ഞില്ലേ, നിന്നെ എല്ലാം കണ്ടിക്കും. അയ്യോ പരക്കം പാഞ്ഞു. അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. കുറച്ച് നാളായിട്ട് നീ എല്ലാം ശുശ്രൂഷ വിടുതലാന്നും പറഞ്ഞതിനകത്ത് കയറി പമ്മി ഇരിക്കുക. ഞാൻ കണ്ട കാര്യം പറയാം, വ്യാഖ്യാനിക്കുക. ഇല്ല, എല്ലാം നിന്നെ കണ്ടിക്കുമെന്ന് പറഞ്ഞു. അയ്യോ പരക്കം പാഞ്ഞു. അന്നേരം ഒരുത്തന് ബോധം വന്ന് യോസേപ്പിനെ വിളിക്കുകയാണെങ്കിൽ പരിപാടി വിജയിക്കും. നിന്നെ വിളിക്കുന്നൊരു സുദിനമുണ്ട്. സ്തോത്രം. ഇപ്പൊ നീ കാരാഗ്രഹത്തില്ല, കുഴപ്പമൊന്നുമില്ല, അവിടെ കിടക്ക്. പേര് പറഞ്ഞ് നിന്നെ ഇവിടെ കൊണ്ടുവരും. ദൈവം വിശ്വസ്തന. ആ തള്ളച്ച് കാരണമാണ് നീ കാരാഗ്രഹത്തിൽ പോയത്. അതൊന്നും ഞാൻ വിവരിക്കുന്നില്ല, നിങ്ങൾക്ക് അറിയാമല്ലോ. അവളുടെ ഇടയിൽ 2 മീറ്റർ തുണി ഇരിപ്പുണ്ട് യോസേപ്പിന്റെ. അത് ആ തെളിവ്. എപ്പോ ചോദിച്ചാൽ തെളിവ് എൻ്റെ കയ്യിലുണ്ട്. അമ്മാമ്മയുടെ എന്തോ തെളിവ് ഉണ്ട്, എൻ്റെ കയ്യിലുണ്ട് തെളിവ്. പിന്നെ എന്നെ തെളിവ് എന്നാ ഉണ്ടെന്ന്. അവന്റെ തുണി അള്ളച്ചി എത്ര കൊല്ലായി തുണിയും നോക്കി. നീ തുണിയും നോക്കി ഊപ്പാട് വരുന്നതല്ലാതെ. സ്തോത്രം. കൂടെ യോസേപ്പിന്റെ ബോധപ്പെടുത്തി ഇങ്ങനെ നോക്കി തള്ളയുടെ ആപ്പീസ് പൂട്ടുന്നതല്ലാതെ യോസേപ്പിനൊരു കുഴപ്പവും വരികയില്ല. സമയമാകുമ്പോൾ ദൈവം ഇടപെട്ടിച്ച് പറയും യോസേപ്പിനെ തന്നെ കൊണ്ടുവരാൻ. ദൈവം വിശ്വസ്തൻ. പേര് പറഞ്ഞ് യോസേപ്പിനെ കൊണ്ടുവന്നങ്ങോട്ട് നിർത്തി. യോസേപ്പ് സ്വപ്നം അങ്ങോട്ട് വ്യാഖ്യാനിച്ചു. വ്യാഖ്യാനം അങ്ങോട്ട് കൃത്യമായപ്പോൾ ഫറവോനെ ഇളകി. ഗുണപ്പെടാത്തവനാണെങ്കിലും ചിലത് കേൾക്കുമ്പോൾ ഇളകും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? പിന്നെ ചില നല്ല ഗുണപ്പെട്ടതല്ലെങ്കിലും മനസ്സ് ചില നല്ല ആൾക്കാരുണ്ട്. നമ്മൾ ഈ ഗുണപ്പെട്ടെന്ന് പറഞ്ഞാൽ കൈ അറത്താ ഉപ്പ് തേക്കുകയല്ല ചിലര്. എന്നാൽ നല്ല മനുഷ്യരുമുണ്ട്. ദൈവത്തിന് മഹത്വം. അപ്പൊ ഫറവോൻ ഇത് കണ്ട് ഇളകി. പെട്ടെന്ന് ഈ വ്യാഖ്യാനം കേട്ട് കഴിഞ്ഞപ്പോൾ ഫറവോൻ പെട്ടെന്ന് തന്റെ മുദ്രാമോതിരം ഉരി യോസേപ്പിന്റെ കൈ കിട്ടു. ഞാൻ പറയാനുണ്ട്, ഈ കൈ പണ്ട് വിലങ്ങ് വീണ കയ്യാ. യോസേപ്പിന് ആക്ഷേപം എല്ലാം പറഞ്ഞ് വിലങ്ങ് വെച്ച് ഇങ്ങനെ കൊണ്ട് നടന്നപ്പം എല്ലാവരും ആക്ഷേപിച്ച് കാണും. എന്നാലും നീ ഞങ്ങളുടെ അമ്മാമ്മയോട് ഇങ്ങനെ നീ കൊള്ളാലോടാ, ഞങ്ങളുടെ അമ്മാമ്മ ആരാണെന്ന് നിനക്ക്
ഞങ്ങൾ എത്ര കൊല്ലമായി ഈ പാലസിൽ ഡ്യൂട്ടിക്ക് കയറിയിട്ട് ഇന്ന് വരെ ഞാൻ അമ്മാമ്മയോട് ഇന്ന് വരെ അമ്മാമ്മ ആരാന്ന് അവനറിയാൻ മേല. എന്നാലും നീ അമ്മാമ്മയോട് ഇത് ചെയ്തല്ലോടെ. ജോസഫ് ഒന്നും മിണ്ടിയില്ല, കാരണം മിണ്ടിയിട്ട് കാര്യമില്ല, എല്ലാം തള്ളച്ചിയുടെ കൂടാ. അവരൊരു കരച്ചിലും ഒരു നിലവിളിയും കഴിയുമ്പോൾ എല്ലാം നേരെ അങ്ങോട്ട് തിരിയും. ജോസഫ് കൊണ്ടൊന്നും മിണ്ടിയില്ല. യെശയ്യാപ്രവചനത്തിൽ നമ്മുടെ കർത്താവിനെ പറ്റി പറയുന്നല്ലോ, സ്തോത്രം, വായ തുറക്കാതെ സ്തോത്രം, മിണ്ടാതിരുന്നു. ചില സന്ദർഭത്തിൽ അത് നല്ലതാണ്. മിണ്ടാതെ അങ്ങോട്ട് കൈക്ക് വിലങ്ങുമൊക്കെ ഇട്ട് കൊണ്ടുപോകുമ്പോൾ യോസേപ്പിനൊരു കാര്യം അറിയാം, സമയമാകുമ്പോൾ എൻ്റെ പേര് പറഞ്ഞ് എന്നെ ഇവിടെ കൊണ്ടുവരും. അല്പ ശോധനയെ കൂടെ ഒക്കെ കടന്നു പോകും, പക്ഷേ ചില പോരാട്ടങ്ങളിൽ കൂടി നീ കടന്നു പോകും. ത്യയമാകുമ്പോൾ ദൈവം നിന്നെ ഇവിടെ കൊണ്ടുവരും. ദൈവത്തിന് മഹത്വം, അത് ദൈവത്തിന്റെ വിശ്വസ്തതയാണ്. അതെ, ഞാൻ ഓടിച്ചു പറയാം, കർത്താവിന് മഹത്വം. അപ്പോസ്തലൻ ആമേൻ നാട് കടത്തപ്പെട്ട് കറുത്ത ദിവസത്തിന് വിവശനായിട്ട് ദൈവം തന്നോട് പറയുക, നീ കാണുന്നതിന്റെ പുസ്തകത്തിൽ എഴുതണം, ഈ 7 സഭയ്ക്ക് ദൂതറിയിക്കണം. എന്നോട് സംസാരിച്ച നാദം എന്തെന്ന് കാണുവാൻ തിരിഞ്ഞെന്ന 12-ാം വാക്യം. ആ തിരിഞ്ഞപ്പോൾ കണ്ടതാണ് തേജസ്കരിക്കപ്പെട്ട യേശു ക്രിസ്തു. വായിച്ചേ. തിരിഞ്ഞപ്പോൾ എന്നോട് സംസാരിച്ച നാദം എന്തെന്ന് കാണുവാൻ ഞാൻ തിരിഞ്ഞപ്പോൾ 7 പൊൻ നിലവിളക്കുകളെയും നിലവിളക്കുകളുടെ നടുവിൽ ധരിച്ച് മാറത്ത് കെട്ടിയവനായി മനുഷ്യപുത്രനോട് സദൃശ്യനായവനെയും കണ്ടു. അവന്റെ തലയും തലമുടിയും വെളുത്ത പഞ്ഞി പോലെ, അവിടുത്തെ തലയും തലമുടിയും വെളുത്ത പഞ്ഞി പോലെ ഹിമത്തോളം വെള്ളയും കണ്ണ് അഗ്നിജ്വാലയ്ക്കൊത്തതും കാൽ ഉലയിൽ ചുട്ടുപിടിപ്പിച്ച വെള്ളോട്ടിന് സദൃശ്യവും അവന്റെ ശബ്ദം പെരുവെള്ളത്തിന് ഇരച്ചിൽ പോലെയുമായിരുന്നു. നിങ്ങൾക്ക് ആ ഭാഗം അറിയാം. ഇത് തേജസ്കരിക്കപ്പെട്ട നമ്മുടെ കർത്താവിനെ കാണുകയാ. ഇതുപോലെ ശ്രേഷ്ഠനാകുന്ന, യോഗ്യനാകുന്ന, ഉന്നതനാകുന്ന, മഹിമയുള്ള, മഹത്വമുള്ള വേറൊരുവൻ ഇല്ല. Praise the Lord. ആ കർത്താവ് ഇന്ന് രാത്രി നമ്മുടെ നടുവിൽ ഉലാവിക്കൊണ്ടിരിക്കുക. മാറത്ത് പൊൻകച്ച കെട്ടവനായി, ചുട്ടുപടിപ്പിച്ച വെള്ളോട്ടിന് സദൃശമുള്ള പാദമുള്ളവനായി, 7 നക്ഷത്രം വലങ്കിയിൽ പിടിച്ച് നിലവിളക്കിന്റെ നടുവിൽ നിലയങ്ക ധരിച്ച് നടകൊള്ളുന്ന നസറായൻ ഇന്ന് രാത്രി നമ്മുടെ നടുവിലുണ്ട്. അവിടെ നെടുന്നുള്ളി വന്നാൽ, അവിടെ നിന്ന് രാത്രി നമ്മുടെ നടുവിലുണ്ട്. അവിടുന്ന് വന്നു കഴിഞ്ഞാൽ നിന്നെ സൗഖ്യമാക്കും. അവിടുന്ന് വന്നാൽ നിന്റെ പ്രശ്നത്തിന് പരിഹാരം. അവിടുന്ന് വന്നാൽ നിനക്ക് സമാധാനം. അവിടുന്ന് എഴുന്നള്ളി വരുന്നത് കൊണ്ട് രക്ഷ. ഇന്ന് രാത്രി ക്രിസ്തു നമ്മുടെ സമാധാനം. സമാധാനമില്ലാതെ, സന്തോഷമില്ലാതെ, ആകുല ചിന്തയിൽ വ്യാകുലപ്പെട്ട ആരെങ്കിലും ഇന്ന് രാത്രി എന്നെ കേൾക്കുന്നെങ്കിൽ, സമാധാനം യേശുക്രിസ്തുവിൽ, രക്ഷ യേശുക്രിസ്തുവിൽ, വിടുതൽ യേശുക്രിസ്തുവിൽ, നീക്കുപോക്ക് യേശുക്രിസ്തുവിൽ. ഇന്ന് രാത്രി ആ കർത്താവ് നമ്മുടെ നടുവിലുണ്ട്. ആ തേജസ്കരിക്കപ്പെട്ട യേശുവിനെ യോഹന്നാൻ കാണുക. സ്തോത്രം. ഇതാണ് 1-ാം അധ്യായം. വിവരിക്കുന്നില്ല. നക്ഷത്രം സഭയുടെ ശുശ്രൂഷകന്മാര്, നിലവിളക്ക് 7 സഭ, അതല്ല അവിടെ തന്നെ അതിന്റെ വ്യാഖ്യാനം എടുത്തിട്ടുണ്ട്. നമ്മൾ ഇനിയും വ്യാഖ്യാനിക്കണ്ട. അതാണ് 1-ാം അധ്യായം. അതെ, ഈ 2-ാം 3 അധ്യായം 7 സഭയ്ക്കുള്ള ദൂത. അതാണ് എഫെസോ സഭ മുതൽ ലവോദിക്ക സഭ വരെ 7 സഭയ്ക്കുള്ള ദൂത്. ഈ 7 സഭയോട് ദൂത് പറയുമ്പോൾ, ദൂതിനെ പറയുന്ന സഭയോട് ദൂത് പറയുമ്പോൾ അതിന് ചില തത്വങ്ങളുണ്ട്. നിങ്ങൾക്കറിയാം, ഓരോ സഭയോടും ദൂത് പറയുമ്പോൾ ദൂതിന് ചില തത്വങ്ങൾ, എല്ലാ ദൂതിനും തത്വങ്ങളുണ്ടല്ലോ. ഇവിടെ വെളിപ്പാട് പുസ്തകത്തോട് ബന്ധപ്പെട്ട് പഠിക്കുമ്പോൾ ദൂതിനുള്ള തത്വം ഒന്ന്, ഈ ആരാണ് ഇവരോട് ദൂത് പറയുന്നത് എന്ന് ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കും. അത് ആവശ്യമല്ലേ? ഇപ്പൊ ഒരു വാക്കിൽ എന്നെ ഒന്ന് പരിചയപ്പെടുത്തി, അത് വലിയ തെറ്റൊന്നുമില്ല. ഒരു വാക്കിലൊന്ന് പരിചയപ്പെടുത്തി കൊടുത്ത അത് ചിലര് മിണ്ടുകയല്ല. നമ്മൾ പറയുന്നത് ആരാ വന്ന്, എവിടുന്നാ വന്ന്, എങ്ങോട്ടാ പോയെന്ന് ചിലർക്കറിയാം, ബാക്കി ആർക്കും അറിയാൻ മേല. അപ്പം ഒന്ന് പരിചയപ്പെടുത്തുന്നത് നല്ലതാ. കണ്ടമാനം പരിചയപ്പെടുത്തുകയും ചെയ്യരുത്. യോഗം പരിചയപ്പെടുത്തൽ മാത്രമായിരിക്കരുത്. അങ്ങനെയുള്ള സ്ഥലങ്ങളും ഉണ്ട്. അവരുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് അതല്ല, ഒറ്റ വാക്കിലൊന്ന്. അങ്ങനെ ആണെന്നല്ല പൗലോസ് ആകുന്ന ഞാൻ. മനസ്സിലായി ഇതാരാ എഴുതിയെന്ന്. ഇന്നാർക്ക് എഴുതുന്ന ലേഖനം, അങ്ങനല്ലേ? അത് ഒറ്റ വാക്കിലൊന്ന് പറയുന്നതുകൊണ്ട് വലിയ കുഴപ്പമൊന്നും ഇല്ല, ദൈവത്തിന് സന്ദർഭോചിതമായിട്ട്. അപ്പൊ ഒന്ന്, കർത്താവ് ഈ പൊതു തത്വം സഭയ്ക്ക് തന്നെ ഒന്ന് പരിചയപ്പെടുത്തും. 2, അഭിനന്ദിക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കർത്താവ് അഭിനന്ദിക്കും. 3, ആക്ഷേപമായിട്ട് എന്തെങ്കിലും ഓർപ്പിക്കാനുണ്ടെങ്കിൽ സൂക്ഷ്മം കർത്താവ് ആക്ഷേപിക്കുകയും ചെയ്തിട്ടുണ്ട്. സ്തോത്രം. ആക്ഷേപം തന്നല്ല, ഉണ്ടെങ്കിൽ അതൊന്ന് ഓർപ്പിക്കും. 4, ഇവരെ ഒന്ന് പ്രബോധിപ്പിക്കും. സ്തോത്രം. 5, നന്നായിട്ട് സഭയെ കർത്താവ് വിവേചിക്കും. 6, മുന്നറിയിപ്പ് കർത്താവ് കൊടുത്തിരിക്കും. മുന്നറിയിപ്പ്. 7,
പ്രതിഫലം വല്ലതും ഉണ്ടെങ്കിൽ അതും കർത്താവ് സൂചിപ്പിക്കും. ഓരോ സഭയോടും നിങ്ങൾ പറയുന്ന ദൂത് പഠിച്ച് ഓരോ സഭയ്ക്കും ഈ 7 തത്വപ്രകാരമാണ് കർത്താവ് സഭയോട് ഇടപെടുന്നത്. ദൈവത്തിന് സ്തോത്രം. ഒന്ന്, കർത്താവ് തനിക്ക് തന്നെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കും. ആ 14-ാമത്തെ വാക്യം വായിച്ച ലവോദിക്ക സഭയ്ക്ക് കർത്താവ് തന്നെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കുക. വായിച്ചു. 3:14. ലവോദിക്കയിലെ സഭയുടെ ദൂതനെഴുതുക, വിശ്വസ്തനും സത്യവാനുമായ സാക്ഷിയുമായി ദൈവശിക്ഷയുടെ ആരംഭമായ ആമേൻ എന്നുള്ളവൻ അരുളി ചെയ്യുന്നത്, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. നീ ഉഷ്ണവാനുമല്ല ശീതവാനുമല്ല. ശീതവാനോ ഉഷ്ണവാനോ ആയിരുന്നു എങ്കിൽ കൊള്ളായിരുന്നു. ഈ സഭയ്ക്ക് കർത്താവ് തന്നെ പരിചയപ്പെടുത്തുക. 14-ാമത്തെ വാക്യത്തിൽ ആ പരിചയപ്പെടുത്തലിൽ പല പദങ്ങൾ വന്നിട്ടുണ്ട്. ഒന്നുകൂടെ 14-ാമത്തെ വാക്യം വായിച്ചേ. ലവോദിക്കയിലെ സഭയിലെ ദൂതൻ എഴുതുക, ലവോദിക്കയിലെ സഭയുടെ ദൂതൻ എഴുതുക, വിശ്വസ്തനും സത്യവാനുമായ സാക്ഷിയായി സാക്ഷിയായി ദൈവശിക്ഷയുടെ ആരംഭമായ ആമേൻ എന്നുള്ളവൻ അരുളി ചെയ്യുന്നത്. ആമേൻ എന്നുള്ളവൻ അരുളി എന്ന് പറഞ്ഞാൽ സഭയ്ക്ക് തന്നെ ഒന്ന് വെളിപ്പെടുത്തി കൊടുക്കുക. അതിൽ 2-3 കാര്യം. ഒന്ന്, സകലത്തിന്റെയും ആരംഭമായവൻ, സകലത്തെയും നിർമ്മിച്ചവൻ, സകലത്തെയും പടച്ചവൻ, സകലത്തെ സൃഷ്ടിച്ചവനാണ് നിങ്ങളോട് ദൂത് പറയുന്നത് എന്ന് പറഞ്ഞാൽ, നാം സേവിക്കുന്ന, നാം ആരാധിക്കുന്ന, നമ്മെ രക്ഷിച്ച് നമുക്ക് വേണ്ടി ജീവനെ തന്ന് നമുക്ക് വേണ്ടി രക്തം ചിന്തിയ യേശുക്രിസ്തുവാണ് സകലത്തെ സൃഷ്ടിച്ചവൻ. ഈ കാണുന്ന സകല ചരാചരങ്ങളെ സൃഷ്ടിച്ചവനാണ് നമ്മുടെ ദൈവം. അല്ലാതെ അന്തും ബിന്ദു എടുത്തെറിഞ്ഞപ്പോ ഉണ്ടായതല്ല. സ്തോത്രം, സ്തോത്രം, തൂമ്പ എടുത്തൊരൊറ്റ ഏറ് അങ്ങനൊന്നും ഉണ്ടായതല്ല. ദൈവം തമ്പുരാൻ സൃഷ്ടിച്ചതാണ്. അതെ, ഒരു തർക്കവുമില്ല. ഈ ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. സകലതും അവൻ ഉളവാക്കി, അവനായിട്ടും ഉളവായി. അവിടുന്ന് സകല സൃഷ്ടിയുടെ ആരംഭമാ. ഈ കാണുന്ന സകല ജരാചരങ്ങളെ, അണ്ടകടാകത്തെ, ഈ ബ്രഹ്മാണ്ട കോടിനാണ്ടത്തെ, നക്ഷത്ര മണ്ഡലങ്ങളെ, സകല ഗാലക്സികളെയും നമുക്ക് ചിന്തിച്ചാൽ ഭ്രാന്ത് വരും. ഇതൊക്കെ ചിന്തിച്ചാൽ നമ്മൾ ചിന്തിക്കുന്നില്ല. അതുകൊണ്ടാ വലിയ കുഴപ്പമില്ലാണ്. പണ്ടൊരു തമിഴ് സഹോദരൻ പറഞ്ഞു, എന്നെ അപ്പൻ നിനച്ചാൽ പുലിയെ പിടിക്കും, ഉയിര് പോയാൽ എന്നെ എനിക്ക് മാട്ട്. എൻ്റെ അപ്പൻ വിചാരിച്ച പുലിയെ പിടിക്കും, പക്ഷെ ജീവൻ പോയാലും അപ്പൻ വിചാരിക്കത്തില്ല. അതാ, ചിന്തിച്ചാൽ നമുക്ക് വട്ടുണ്ടാകും, ചിന്തിക്കാത്തതിനായിട്ട് സ്തോത്രം. അപ്പൊ ഇതെല്ലാം ചിന്തിച്ചാൽ, ഈ കാണുന്ന ഈ അണ്ടകടാകത്തെ പറ്റി ചിന്തിച്ചാൽ സാറ് കൊടുത്തേക്കുന്ന പ്രയോഗം മാലുണ്ടാകുമെന്ന. ഭൂഗോളം ഇതിൻ വ്യാസം സഹസ്രാഷ്ടകം മയിൽ. ഈ ഭൂലോകമേ. പിന്നെ വേറെ ഏതാ സാറിരിക്കുന്നത്? നമ്മൾ പറയാറുണ്ട് പാപ്പൻ സാറ്, പാപ്പി സാറ്, കൊച്ചു സാറ്, ബേബി സാറ്. പുസ്തകക്രമം പോലും സാറിന് അറിയാൻ മേല. അത് വേറെ സാറ്, സൈമൺ സാറ്. അപ്പൊ സാറ് കൊടുത്തിരിക്കുന്ന പ്രയോഗമാ, ഭൂഗോളം ഇതിൻ വ്യാസം സഹസ്രാഷ്ടകം മയിൽ. ആകവേ 28,000 പരീണാകം. 9 കോടിയോടും 30 ലക്ഷം മൈൽ അമ്പരക്ക് മാറ അകലത്തിലാണ് അസ്കരൻ. അതാ ഞാൻ പറഞ്ഞ വട്ട് പിടിക്കുമെന്ന്. 9 കോടിയോടും 30 ലക്ഷം മൈൽ അമ്പരക്ക് മാറ അകലത്തിലാണ് അസ്കരൻ. പ്രേക്ഷകരെണ്ണീട്ടുള്ള നക്ഷത്രമാകമാനം സൂക്ഷ്മമായി 60 കോടി എന്നറിയണം. അന്ന് എണ്ണിയപ്പം, സാറ് എഴുതുന്ന സമയത്ത് എണ്ണിയപ്പം പിന്നെ ഇപ്പൊ കണ്ടുപിടിച്ചോണ്ടിരിക്കുക. ഇനിയും കണ്ടുപിടിക്കാത്ത കോടിക്കണക്കിന് കിടക്കുന്നു. പ്രേക്ഷകരെണ്ണീട്ടുള്ള നക്ഷത്രമാകമാനം സൂക്ഷ്മമായി 60 കോടി എന്നറിയണം. ഭൂവിലും മടങ്ങടും പാകവൻ ബൃഹസ്പതി 8 ചന്ദ്രന്മാരോടും 12 ലക്ഷാധികം അർക്കനും നേദിഷ്ടമാം 5 ലക്ഷം കോടികൾ മൈൽ ദൂരവേ ചരിക്കുന്നു. അതിന്റെ ഉടവി സാറ് കൊടുത്തുക, മാലുണ്ടാം ഇതിൻ ചൂട് കേവലം ചിന്തിക്കലും. ഇതൊക്കെ ചിന്തിച്ചാൽ വല്ല അസുഖം ഉണ്ടാകുമെന്ന. അതുകൊണ്ട് നിങ്ങൾ ചിന്തിക്കണ്ട. ഒന്നാമത് ഓൾറെഡി പല അസുഖങ്ങളുണ്ട്. ഇനി ഇതുകൂടെ ചിന്തിച്ച് വേറെ അസുഖമായിട്ട് യോഗം കഴിഞ്ഞ് പോകണ്ട. ഉള്ള അസുഖം സൗഖ്യമായി നമുക്കങ്ങ് പോകാം. അപ്പൊ എന്തായാലും ഒരു കാര്യം പറയാ, ഈ കാണുന്ന സകല ജരാചരങ്ങളെയും ഇതിനെ മുഴുവൻ നിർമ്മിച്ചവൻ സർവജ്ഞനായ ദൈവമാ. ഒന്നുകൂടെ തെളിച്ചു ഉറപ്പിച്ചും നിറപ്പിച്ചും പറഞ്ഞാൽ നമ്മുടെ കർത്താവാ. പ്രൈസ് ദ ലോർഡ്. പഞ്ചഭൂത നിർമ്മാതാവായി വഞ്ചനയില്ലാത്തവനായി, പഞ്ചഭൂത നിർമ്മാതാവായി വഞ്ചനയില്ലാത്തവനായി,
കിഞ്ചിൽ നേരം കൊണ്ടാകിലാം സഞ്ചയങ്ങൾ സൃഷ്ടി ചെയ്തോൻ. കിഞ്ചിൽ നേരം കൊണ്ടാകിലാം സഞ്ചയങ്ങൾ സൃഷ്ടി ചെയ്തോൻ. ഏക സത്യ ദൈവമേ ഭൂവാസികളെ, ഏക സത്യ ദൈവമേയുള്ളൂ ഭൂവാസികളെ, ഏക സത്യ ദൈവമേയുള്ളൂ. പഞ്ചഭൂത നിർമ്മാതാവായി വഞ്ചനയില്ലാത്തവനായി, പഞ്ചഭൂത നിർമ്മാതാവായി വഞ്ചനയില്ലാത്തവനായി. പഞ്ചഭൂത നിർമ്മാതാവായി വഞ്ചനയില്ലാത്തവനായി, കിഞ്ചിൽ നേരം കൊണ്ടാകില്ല സഞ്ചയങ്ങൾ സൃഷ്ടി ചെയ്തോൻ. കിഞ്ചിൽ നേരം കൊണ്ടാകില്ല സഞ്ചയങ്ങൾ സൃഷ്ടി ചെയ്തോൻ. കിഞ്ചിൽ നേരം കൊണ്ടാകില്ല സഞ്ചയങ്ങൾ സൃഷ്ടി ചെയ്തോൻ. ഏക സത്യ ദൈവമേയുള്ളൂ ഭൂവാസികളെ, ഏക സത്യ ദൈവമേയുള്ളൂ ഭൂവാസികളെ, ഏക സത്യ ദൈവമേയുള്ളൂ. സ്പർശിപ്പാൻ അസാധ്യനായി ദർശിപ്പാൻ പ്രത്യക്ഷനായി, സ്പർശിപ്പാൻ അസാധ്യനായി ദർശിപ്പാൻ പ്രത്യക്ഷനായി, സർവരൂപികൾക്കാരൂപി ഉർവിയിൽ തുല്യനില്ലാത്തോൻ. സർവരൂപികൾക്കരൂപി ഉർവിയിൽ തുല്യനില്ലാത്തോൻ. സർവരൂപികൾക്കാരൂപി ഉർവിയിൽ തുല്യനില്ലാത്തോൻ. ഏക സത്യ ദൈവമേയുള്ളൂ ഭൂവാസികളെ, ഏക സത്യ ദൈവമേയുള്ളൂ ഭൂവാസികളെ, ഏക സത്യ ദൈവമേയുള്ളൂ. അപ്പൊ ശ്രദ്ധിക്കുക, ഈ കാണുന്ന സകല ജരാചരങ്ങളെയും അണ്ടകടാകത്തെയും നിർമ്മിച്ചവൻ ഞാനും നിങ്ങളും ആരാധിക്കുന്ന യേശു ക്രിസ്തു. യേശു ക്രിസ്തു ഏകദൈവം, യേശു ക്രിസ്തു സത്യദൈവം, യേശു ക്രിസ്തു നിത്യദൈവം, യേശു ക്രിസ്തു മാത്രം ദൈവം. മറ്റൊരുത്തനും രക്ഷയില്ല. എന്റെ പള്ളി നിന്നെ രക്ഷിക്കുകയല്ല, പാട്ടക്കാർ രക്ഷിക്കുകയല്ല, അച്ഛനും ചമ്മാച്ചനും കൊച്ചച്ഛനും ഉണ്ടെന്ന് അവരുടെ കാര്യം തന്നെ പരുങ്ങല. സെൻട്രൽ പാസ്റ്റ് അതും പരുങ്ങല. ഉപദേശിമാർ ഞങ്ങളുടെ വീട്ടിലുണ്ട്, അതൊക്കെ പരിങ്ങലിൽ നിൽക്കുന്ന വിഷയങ്ങളാ. പള്ളിക്ക് സ്ഥലം കൊടുത്താലൊന്നും സ്വർഗത്തിൽ പോകുകയല്ല കുഞ്ഞമ്മേ. കുരിശും തൊട്ടിക്ക് സ്ഥലം കൊടുത്താലൊന്നും ബേബി നീ സ്വർഗത്തിൽ പോകുകയല്ല. പെന്തിക്കോസ് കോളിന് 5.5 സെന്റ് ഇഷ്ടം പോലെ ഉണ്ട്, എന്നാലും കൊടുക്കത്തുമില്ല. 5.5 സെന്റ് കൊടുത്തച്ച് ഇവൻ ജീലാന്തിയെ കയറിയിരിക്കുക. കയ്യിലൊരു ബുക്കിന് 2 പേന. ഈ സെക്രട്ടറി അതിനെ താഴെ ഇരിക്കാതെ സഭയ്ക്ക് സ്ഥലം കൊടുത്തച്ച അതിന് കസാരയിലുണ്ടല്ലോ അവരിയ്ക്കുകയല്ല. പിന്നെ അവനാ മുഴുവൻ നിയന്ത്രിക്കുന്നത്. 5.5 സെന്റ് സഭയ്ക്ക് കൊടുത്തെന്ന്. സ്വർഗത്തിലൊന്നും പോകാൻ ഇതല്ല മാർഗം. അത് കൊടുത്തത് തെറ്റാണെന്നുമല്ല, നല്ല കാര്യം ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ കൊടുത്തു. സ്തോത്രം. അപ്പൻ ഉപദേശി ആയതുകൊണ്ടൊന്നും സ്വർഗത്തിൽ പോകുകയല്ല. അപ്പൻ പാസ്റ്ററും വല്യപ്പൻ സെൻട്രൽ ആയതുകൊണ്ടൊന്നും സ്വർഗത്തിൽ പോകുകയല്ല. സ്തോത്രം. സ്തോത്രകാഴ്ച കിട്ടുന്നത് സ്വർഗത്തിൽ പോകും. അതൊക്കെ നല്ല കാര്യം. ഉപദേശിമാർക്ക് ശാപ്പാട് കൊടുത്ത് വരുന്ന ഉപദേശിമാരെ വീട്ടിൽ പാർപ്പിച്ചതൊക്കെ നല്ല കാര്യം. സ്വർഗത്തിൽ പോകാൻ ഇതല്ല മാർഗം. സ്വർഗത്തിൽ പോകാൻ യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. മറ്റൊരുത്തനും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ കീഴിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധ നാമം. യേശുവേ, ഞാനൊരു പാപിയാ, എന്റെ പാപത്തെ ക്ഷമിക്കണം, എന്നെ രക്ഷിക്കണം, എന്റെ ഉള്ളത്തിലേക്ക് വരണമെന്ന് ആര് കർത്താവിനോട് പ്രാർത്ഥിക്കും അവരെ ദൈവം രക്ഷിക്കും. കർത്താവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും. പാട്ടുപുസ്തകം വിറ്റാലൊന്നും സ്വർഗത്തിൽ പോകുകയല്ല. കാസറ്റ്, ഇപ്പൊ പിന്നെ കാസറ്റിലെല്ലാം ഇതിനകത്താ. സ്തോത്രം. പണ്ടൊരാള് ഞങ്ങളിവിടെ യോഗത്തിൽ നിൽക്കുമ്പോൾ ഞങ്ങളുടെ ഒരു പാപ്പച്ചനുണ്ട്. അപ്പോൾ പറഞ്ഞു, ഇത് 200 രൂപയുടേതാ, ദൈവനാമത്തിൽ 100 പുള്ളി പറഞ്ഞു, നീ ദൈവത്തിന് ലാഭം ഉണ്ടാക്കണ്ട, 200 അങ്ങ് കൊടുക്കാൻ പറഞ്ഞു. സന്ധ്യയായി പറഞ്ഞിരിക്കുക ദൈവത്തിന്. പുള്ളിക്ക് ലാഭമൊന്നും വേണ്ടെന്ന് പറഞ്ഞു.
200 പിന്നെ കൺവെൻഷൻ ആയതുകൊണ്ട് അച്ചായൻ അങ്ങ് ദൈവത്തിന് ലാഭം വരുത്തുകയല്ലേ, ദൈവത്തിന് ലാഭമൊന്നും വേണ്ട, 200 തന്നെ എനിക്ക് വേണ്ട, നീ 200 കൊടുക്കാൻ പറഞ്ഞു. മനസ്സിലായോ? ആ പുള്ളി അങ്ങനെയൊക്കെ പറഞ്ഞു. ഒരു യോഗത്തിന് പോകാൻ നേരത്ത് പുള്ളിക്കാരി പറഞ്ഞു, യോഗത്തിന് പോവാ പാസ്റ്റർ. ഞാൻ ചോദിച്ചു എവിടെ? അപ്പം പറഞ്ഞു ആഭരണം ഇടുന്നത് ശരിയോ തെറ്റോ, അതാ ഇന്നത്തെ സംവാദം. എന്നെ പുള്ളി പറഞ്ഞു, എടി ശരിയാണെന്ന് നീ ഒരുത്തൻ അവിടെ തെളിയിച്ചാൽ നീ ഇട്ടേച്ച് ഇങ്ങോട്ട് വരുമോ? ഇല്ല. എന്നാ പിന്നെ എന്തിനാ നീ പോകുന്നേ? പുള്ളി അങ്ങനെയൊക്കെ കുറുക്കിക്കൊള്ളുന്ന മറുപടി പറയും. യേശു ക്രിസ്തു ദൈവമാണോ അല്ലയോ? ഇവര് 3 പേര് പറഞ്ഞാണ് യേശു ക്രിസ്തു ദൈവം ആകാതിരിക്കുമോ? ഇവര് 4 പേരൊന്ന് സമ്മാനം ചെയ്യുക, യേശു ക്രിസ്തു ദൈവമല്ല. എടാ ഈ ഊളം പറഞ്ഞാവല്ലോ, യേശു ക്രിസ്തു ദൈവം ആകാതിരിക്കുമോ? എടാ വട്ട ഇവനല്ല ഈ എങ്ങനെ അത് ഞാൻ പറയട്ടെ. ജോണച്ചാൻ പറഞ്ഞു മുതുവട്ടാന്ന്. ഞാൻ തന്നെ കുറ്റം എന്തിനാക്കുന്നത്? കുറച്ച് അച്ചാനോട് ഇരിക്കട്ടെ. ഇനി യവന്മാര് 4-5 പേര് പറഞ്ഞാൽ യേശു ദൈവം ആകാതിരിക്കുമോ? ഇവർ 5-6 പേര് പറയാ യേശു ദൈവമല്ല. അല്ലല്ല, നീ നിന്റെ വില വേണോ യേശുവിന് ദൈവമാണോ ഇല്ലയോ എന്ന്? അവിടുന്ന് നീ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും നീ എന്ത് പറഞ്ഞാലും യേശു ദൈവം തന്നെ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അവിടുന്ന് ഗതിഭേദങ്ങളുടെ ആച്ഛാദനമൊന്നുമില്ല. പൗലോസ് പറഞ്ഞ പദമിങ്ങ, മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമാകുന്ന യേശു ക്രിസ്തു. തോമാസ് പറഞ്ഞത് എന്റെ ദൈവവും എന്റെ കർത്താവുമായുള്ളവേ. അവിടുന്ന് നിത്യനായ ദൈവമാ, അവിടുന്ന് അനാദിയായ ദൈവമാ, അവിടുന്ന് ശാശ്വതമായ ദൈവമാ. ഇന്ന് രാത്രി ഏക സത്യ ദൈവമായ നമ്മുടെ കർത്താവാകുന്ന ക്രിസ്തു യേശു. അതുകൊണ്ട് അവിടെ ഇവിടെ ഈ വേറൊരു കാര്യം പറയാം, അധികം ഇതിനൊന്നും പോകാതിരിക്കുന്നതാ നല്ലത്. പിന്നെ സ്തോത്രം, അവന്മാര് 3 പേരിന്ന് പറയാ യേശു ദൈവമല്ല. അവിടെ ദൈവമല്ലേ? ഇവര് വില വെക്കണോ യേശു ദൈവമാണോ ഇല്ലയോ എന്നറിയാൻ? അവിടെ നിന്നും ജീവിക്കുന്ന ദൈവമാ, അത് അനുഭവിക്കുന്നവരെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ആ ഭാഗത്തേക്ക് പോകുന്നില്ല. അങ്ങനെ ആ പുസ്തകത്തിലെ വാക്യം, തർക്കം ദൈവസഭയ്ക്ക് ഇല്ല. തർക്കമില്ല. കാര്യം വേണേ സമാധാന അന്തരീക്ഷത്തിൽ പറഞ്ഞു കൊടുക്കാം, തർക്കമില്ല. ഇഷ്ടമുണ്ട് അംഗീകരിച്ചാൽ മതി. ഒരു ഗുണ്ടായുസമൊന്നുമല്ല. എടാ ഇതാ ശരിയായ മാർഗം. നരകമുണ്ട്, സ്വർഗമുണ്ട്. നരകത്തിൽ ചാകാത്ത പുഴുവും കെടാത്ത തീയുമുണ്ട്. നരകത്തിൽ പോകരുത്. നരകത്തിൽ പോകാതിരിക്കാൻ യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. ഇതാ ശാന്തമായിട്ട് പറഞ്ഞു കൊടുക്കുക. നിനക്ക് ഇഷ്ടമുണ്ട് അംഗീകരിച്ചാൽ മതി. സ്തോത്രം. പറഞ്ഞു കൊടുക്കുക എന്നുള്ള നമ്മുടെ ചുമതല. അംഗീകരിക്കുന്നത് അവനവന്റെ തീരുമാനമാണ്. അവനവൻ ആ ന്യായാസന മുമ്പ് നിന്ന് കണക്ക് കൊടുക്കേണ്ടത്. അതുകൊണ്ട് പറയുക എന്നുള്ളതാ. ഇതുകൊണ്ട് ചെല്ലിങ്ങനെ അങ്ങ് നിർബന്ധിക്കുക, ഒന്ന് ഇച്ചിരി നേരമെങ്കിലും അങ്ങ് കെഞ്ചു പാടുക. സ്തോത്രം. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. കാര്യം പറഞ്ഞു കൊടുക്കുക. അംഗീകരിച്ചാൽ നിനക്ക് നിന്റെ കുടുംബത്തിന് രക്ഷയാ. ഏറ്റെടുത്താൽ നിനക്ക് നിന്റെ തലമുറയ്ക്കും രക്ഷയാ. ഏറ്റെടുത്താൽ നിന്റെ ആത്മാവ് രക്ഷപ്പെടും. നിനക്ക് നിത്യതയിലെത്താം. ആ ഭാഗത്തേക്ക് അധികം പോകുന്നില്ല. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഓരോ സഭയ്ക്കും കർത്താവ് ദൂത് കൊടുക്കുക. അപ്പോൾ ഇവിടെ 14-ാമത്തെ വാക്യത്തിൽ തന്നെ ഒന്ന് പരിചയപ്പെടുത്തുക. വായിച്ചേ 14-ാം വാക്യം ഒന്നുകൂടെ വായിച്ചാട്ടെ. 3:14. സഭയിലെ ദൂതൻ എഴുതുക, വിശ്വസ്തനും സത്യവാനുമായ സാക്ഷിയായി, വിശ്വസ്തനും സത്യവാനുമായ സാക്ഷിയായി ദൈവസൃഷ്ടിയുടെ ആരംഭമായ ആമേൻ എന്നുള്ളവൻ അരുളി ചെയ്യുന്നത്. അപ്പോൾ അവർ എടുത്തു പറയുന്ന പദം ഒന്ന്, അവിടുന്നാണ് സകലത്തെ സൃഷ്ടിച്ചവൻ. സകലത്തെ സൃഷ്ടിച്ചവൻ, ചമച്ചവൻ, പടച്ചവനാ നിങ്ങളോട് ദൂത് പറയുന്നത്. പഴയ ആശാരിപതീക്ഷയുടെ ഭാഷ പറഞ്ഞ അത്തായിത്താ ദൈവമൊന്നുമല്ല. പുള്ളിയുടെ ഭാഷ പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ ഡൂക്കിലി ദൈവമൊന്നും അല്ല, ജീവനുള്ള ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. സർവത്തെ സൃഷ്ടിച്ച ദൈവം, സകലത്തെയും നിർമ്മിച്ച ദൈവം, സകലത്തെയും നിയന്ത്രിക്കുന്ന ദൈവം, ഈ പ്രകൃതിയുടെ മേൽ അധികാരമുള്ളവൻ, ചരാചരങ്ങളുടെ മേൽ അധികാരമുള്ളവൻ, സകലത്തിന്റെ മേലും അധികാരമുള്ളവൻ, അധികാരമുള്ള കർത്താവാണ് നിന്നോട് ദൂത് പറയുന്നത്. ആ കർത്താവിന്റെ ക്വാളിറ്റി അവിടുന്ന് വിശ്വസ്തനാ. ഇന്ന് രാത്രി ഞാൻ നിങ്ങളെ ആരാധിക്കുന്ന യേശു, എന്നെയും നിങ്ങളെയും രക്ഷിച്ച യേശു, നമുക്ക് വേണ്ടി ജീവനെ തന്ന യേശു, നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്ന യേശു വിശ്വസ്തനായ ദൈവമാണ്. ഞാൻ അങ്ങനെ തന്നെ എഴുതിയിരിക്കുന്നത് വിശ്വസ്തൻ. ഒന്നുകൂടെ വായിച്ചേ. വിശ്വസ്തനും സത്യവാനുമായ വിശ്വസ്തനും സത്യവാനുമായ സാക്ഷിയായി. അപ്പോൾ നാം സേവിക്കുന്ന കർത്താവ് വിശ്വസ്തന. അതിനെ വിശ്വസ്തനാണ്. ഇവിടെ ആരും വിശ്വസ്തരല്ല. ഈ ഭൂമിയിൽ മനുഷ്യകുലത്തിൽ പറഞ്ഞ ഒരെണ്ണം വിശ്വസ്തരല്ല. വെൺമണിയിൽ ഏതെങ്കിലും വിശ്വസ്തനുണ്ട് എന്ന് എഴുന്നേറ്റ് നിന്നേ, കണ്ടേച്ച് പോട്ടെ. വെൺമണി വിശ്വസ്തനെ ഇല്ല, എങ്ങുമില്ല. നിങ്ങൾ പുറകോട്ട് നോക്കണ്ട, ആരും എഴുന്നേക്കുകയല്ല.
മുന്നോട്ട് നോക്കണ്ട, ഞങ്ങൾ എഴുന്നേക്കാം. ഞാൻ പിന്നെ പ്രസംഗിക്കാൻ നിൽക്കുന്നതുകൊണ്ട് എഴുന്നേറ്റ് നിൽക്കുക, വേണേ ഞാനിവിടെ അങ്ങ് ഇരുന്നേക്കാം. ഇവിടെ ഒരു വിശ്വസ്തനും മനുഷ്യ കുലത്തിൽ പറ്റ ഒറ്റ ഒരുത്തനില്ല. ഉണ്ടോ അച്ഛാ? അമ്മേ ഉറങ്ങുകയാന്നോ അമ്മേ? ഇവിടെ വിശ്വസ്തരില്ലെന്ന്, ഈ ഭൂമിയിൽ ഒരു വിശ്വസ്തരില്ല. വിശ്വസ്തനായിട്ട് ഒരുവനേ ഉള്ളൂ, യേശു ക്രിസ്തു. ഇവിടെ മനുഷ്യരാരും വിശ്വസ്തര, ഒന്നല്ലെങ്കിൽ മറ്റൊരു വിഷയത്തിൽ അവിശ്വസ്തരാ. സ്തോത്രം. ഭാര്യമാരെല്ലാരും ഒന്നും വിശ്വസ്തരല്ല. അച്ഛാ 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 എന്നും പറഞ്ഞ് ഹിന്ദി പറഞ്ഞ് പുറകിൽ, ബൈക്കിന്റെ പുറകിൽ അച്ഛാ. നമ്മൾ ഓർക്കും ആന്ധ്രയിൽ നിന്ന് വന്നതാന്ന്. പിന്നെ അമ്മാമ്മ ഡൽഹിയിലായിരുന്നു, അത് അച്ഛാ 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 എന്നും പറഞ്ഞ് പുറകിരിക്കുന്ന എല്ലാരും ഒന്നും വിശ്വസ്തൻ. അവസരം വരുമ്പോൾ കുറ്റമല്ല, മനുഷ്യ പ്രകൃതിയും സാഹചര്യം ആക്കുക. ഇല്ലേ? സ്വന്തം നൊന്ത് പ്രസവിച്ച കുഞ്ഞുങ്ങളെ എടുത്ത് കണക്ട്, ഇല്ലേ? കേൾക്കുന്ന വാർത്തകളാണ്. പൊടിപ്പിള്ളാരെ ഇട്ടേച്ച് ഇഷ്ടപ്പെട്ട പുരുഷന്റെ കൂടെ ഓട്ടോയിൽ കയറി ഓടുന്നു. കൊച്ചുങ്ങൾ നോക്കി നിൽക്കുക. ആരാന്നായിരിക്കും, പേരിപ്പ പറയത്തില്ല. ഉണ്ടുണ്ട്, ആൾക്കാരുണ്ട്. സ്തോത്രം. എയർപോർട്ടിൽ വന്നിറങ്ങിയപ്പോൾ ഭർത്താവ് കാറുമായിട്ട് ചെന്നു അവളെ കൊണ്ടുപോകാൻ. അപ്പൊ അവൾ നേരത്തെ അവിടെ ആളിനെ വിളിച്ചേച്ച് അവൻ വേറെ കാറെ കയറ്റിക്കൊണ്ട് ഇവള് ഇവിടെ എന്റെ ഭാര്യ തന്നെയാന്നല്ല അവൻ വായിച്ചതല്ലേ. അവൻ നോക്കി നിൽക്കുക. എല്ലാവരും ഒന്നും വിശ്വസ്തരല്ല. ഭർത്താക്കന്മാരും എല്ലാവരും വിശ്വസ്തരല്ല. അല്ല. സ്തോത്രം. വേറെ ആളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞു, സ്തോത്രം, കുഴപ്പമില്ല, അവക്കും ഉള്ളത് ഞാൻ അയച്ചു കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു. മനസ്സിലായി കാണും. നിങ്ങൾ എന്നേക്കാൾ പരിജ്ഞാനവും വിവേകമുള്ള ആൾക്കാരല്ലേ. ചോദിച്ചു, എല്ലാം നമ്മളും ഭാരപ്പെടുന്നത് അവക്കുള്ളതല്ല ഞാൻ. പിന്നെ മാസാമാസം കൃത്യം. പിന്നെ ആട്ടാ, ഇപ്പൊ അത്ര പറയുന്നുള്ളൂ. ഇവിടെ ആരും വിശ്വസ്തരല്ല. ഒന്നല്ലെങ്കിൽ മറ്റൊരു വിഷയത്തിൽ ഈ വിശ്വസ്തരല്ലെന്ന് അവനവന്റെ മൊബൈൽ എടുത്ത് നോക്കിയാൽ പോരെ. ഏതെല്ലാം മെസ്സേജുകൾ, ഏതെല്ലാം അതല്ലേ ചെല്ലും മൊബൈൽ ആരുടെയില്ലെങ്കിൽ. എന്റെ മൊബൈൽ ബൈബിൾ ഇല്ലേലും വിഷയമല്ല. അയ്യോ, നെഞ്ചിടിച്ചു പോയി. അതിനാ ഞാൻ അവിടെ വെച്ച് ആരെയും അത് എടുത്തിരുന്നെങ്കിൽ. വേറെ ദിവസം മറന്നു പോയിട്ട് 3 ആഴ്ചയായി. അവൻ ആ ഏരിയയിലോട്ട് പോയിട്ടില്ല. അവനത് വിഷയവുമല്ല. മനസ്സിലായോ? ഞാനിപ്പോ അത്ര പറയുന്നുള്ളൂ. പിള്ളേരെല്ലാരും വിശ്വസ്തരല്ല. മാതാപിതാക്കളും എല്ലാവരും ഒന്നും വിശ്വസ്തരല്ല. സ്തോത്രം. ഉപദേശിമാരെല്ലാരും വിശ്വസ്തരല്ല. വിശ്വാസികൾ എല്ലാവരും വിശ്വസ്തരല്ല. മനുഷ്യ പ്രകൃതിയും രീതി സാഹചര്യമൊക്കെ പലരെയും അങ്ങനെ ആക്കുക എന്നോർത്ത് അത് താരിപ്പാക്കി കൊണ്ടുപോകണ്ട. ആമേൻ. വിശ്വസ്തനായ ഒരുവനുണ്ട്, നമുക്ക് വേണ്ടി ജീവനെ തന്ന യേശു. പൗലോസ് വളരെ സ്പഷ്ടമായി പറഞ്ഞു, കർത്താവോ വിശ്വസ്തൻ. നിങ്ങളെ ഇരുട്ടത്തിരിക്കാന്നോർത്ത് ഈ യോഗത്തിന് സഹകരിച്ചിരിക്കണേ. ഇടയ്ക്ക് ഞാൻ നോക്കും കേട്ടോ. പ്രാർത്ഥിച്ചും സ്തോത്രം പറഞ്ഞു എനിക്ക് വേണ്ടിയും പ്രാർത്ഥിച്ചൊക്കെ ഇരിക്കണം. ഇടയ്ക്ക് ഞാൻ നോക്കും. കർത്താവിൻ നല്ല പദാപാനം പറഞ്ഞ് അവിടെ ഇരിക്കരുത്. ദൈവത്തിന് മഹത്വം. നമ്മുടെ കർത്താവ് വിശ്വസ്തനാ. അവിടുന്ന് മാത്രമാ വിശ്വസ്തൻ. നിന്നെ ഉപേക്ഷിക്കത്തില്ല, അനാഥരായിട്ട് വിടത്തില്ല, തള്ളിക്കളയത്തില്ല. അവൻ ദീനത്തിൽ കിടക്ക മാറ്റി പിരിച്ചു തരും. പ്രൈസ് ദി ലോർഡ്. അവൻ നരയ്ക്കുവോളം നിന്നെ ചുമക്കും. വാർദ്ധക്യം നരയുമുള്ള കാലത്തോളം നിന്നെ തള്ളിക്കളയത്തിൽ ഉപേക്ഷിക്കത്തില്ല. അവിടുന്ന് പോകാൻ നേരത്ത് ഉറപ്പ് തന്നേച്ചാ പോയത്, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളുടെ കൂടെയുണ്ട്. ഭർത്താവ് ചിലപ്പോൾ എല്ലാ നാളും കൂടെ കാണുകയില്ല, ഭാര്യ എല്ലാ നാളും കൂടെ. നിങ്ങൾ പറയില്ല പാസ്റ്റർക്ക് തോന്നാ എൻ്റെ ഭാര്യ അന്നമ്മ എൻ്റെ കൂടെ. പിന്നെ അന്നമ്മേനെ ഞാൻ കണ്ടതല്ലേ. കോവിഡ് വന്നപ്പോൾ അന്നമ്മ എത്തി നോക്കി വെച്ച് പോകുന്നു. മുഖപ്പെട്ട എല്ലാം കെട്ടി അന്നമ്മ ചെന്ന് ഇച്ചിരി വെള്ളം. സ്തോത്രം. കണ്ടതല്ലേ. അന്നമ്മയും കൊള്ളാം, ചിന്നമ്മയും കൊള്ളാം, ബേച്ചിനും കൊള്ളാം, ചാക്കോച്ചനും കൊള്ളാം. ഇത് കണ്ടതാ. നമ്മൾ ആരുടെയും കുറ്റമാണെന്ന് പറയുന്നില്ല. സാഹചര്യം അങ്ങനെ. ഭാര്യയ്ക്ക് ഒരു അന്ത്യചുംബനം കൊടുക്കാൻ ഒത്തില്ലല്ലോ. നിയമവും കാര്യങ്ങളൊക്കെ അങ്ങനെ ആയി. മനുഷ്യനെ അങ്ങനെ ആക്കുക. സ്വന്തം ഭർത്താവ് കൂടെ ചെലവിന് തന്ന് ആമൻ സഹകരിച്ച് ആമൻ സ്തോത്രം സംരക്ഷിച്ച ഭർത്താവ് മരിച്ചിട്ട് അന്ത്യചുംബനം കൊടുക്കാൻ പറ്റിയില്ലല്ലോ. അതാ മനുഷ്യൻ. സ്തോത്രം. ഇപ്പൊ പിന്നെ അടക്കത്തിനൊക്കെ ചെല്ലുമ്പം അത് വലിയൊരു ചടങ്ങായിട്ടാണ് അന്ത്യചുംബനം.
ഞാൻ പറയാറുണ്ട്, ജീവിച്ചിരിക്കുമ്പോൾ 2 ചുംബനം കൊടുത്തിരുന്നെങ്കിൽ 2 കൊല്ലം കൂടെ പുള്ളി ജീവിച്ചിരുന്നേനെ. അത് കഴിയുമ്പോൾ ഇപ്പൊ പിന്നെ ചുംബനം കൊടുക്കുന്ന നേരെ ഒന്നും കൊടുക്കല്ല, ടിഷ്യൂ പേപ്പർ ഇട്ട് ടിഷ്യൂ അപ്പച്ചനെ ചുംബനം കൊടുക്കാൻ ടിഷ്യൂ, വീഡിയോക്കാരൊന്നും പിടിക്കാൻ ടിഷ്യൂ. നിങ്ങൾ കണ്ടിട്ടില്ലേ? അത് ഇടാനായിട്ട് ഒരുത്തൻ അവിടെ നിൽപ്പുണ്ട്, അവനത് മാറ്റി ടിഷ്യൂ എന്നും വെക്കണ്ട, കിഷ്യൂ എന്നും വെക്കണ്ട. ആ തന്ത ജീവിച്ചിരുന്നപ്പോ ഒരു ഉമ്മ കൊടുക്കുകയായിരുന്നല്ലോ, അങ്ങനെ 2 കൊല്ലം കൂടെ ജീവിച്ചിരുന്നേനും. ആ തള്ള ജീവിച്ചിരുന്നപ്പോൾ മരുമകളും ആ മോനും ഒക്കെ ചെന്ന് ആ അമ്മച്ചിയുടെ 2 കവിളിൽ ഒരു ഉമ്മ കൊടുത്തിരുന്ന തള്ള 1 കൊല്ലം കൂടെ. നീ അന്നേരം വിളിക്കുകയില്ല, മിണ്ടുകയില്ല, മുറുങ്ങലിക്കുകയില്ല, പണ്ടൊരാൾ പറഞ്ഞില്ല കണ്ണും തുറക്കുകയില്ല, മുലപ്പാലും കുടിക്കുകയില്ല എന്ന് പറഞ്ഞ പോലെ ഇരുന്നേച്ച് ചത്ത് കഴിയുമ്പോൾ ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുക. ഡാഡി ഓർക്കുമ്പോൾ എൻ്റെ താടി എന്നാ സങ്കടപ്പെട്ടിരിക്കുന്നേ, ഏതാണ്ട് പ്രയാസമുണ്ട്, എന്നാന്ന് പറഞ്ഞു. കിട്ടുകയല്ലെന്നാണോ കിട്ടുമെന്ന് ഓർത്താണോ? ദൈവത്തിനും ഒക്കെ അതിന്റെ പരുവത്തിന് അവർ ചെയ്തോളും, ഒന്നും ഭാരപ്പെടണ്ട. ദൈവത്തിന് മഹത്വം. ഞാൻ പറഞ്ഞത് മനുഷ്യന്റെ പ്രകൃതി അങ്ങനെ. നീ ചത്ത് കഴിക്കുമ്പോൾ മാറി ചുംബനം വെക്കാതെ ജീവിച്ചിരിക്കുമ്പോൾ യേശുവിനെ ചുംബിക്കേ, എന്നിട്ട് മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്നെങ്കിൽ അവർക്കും ഓരോ ചുംബനം കൊടുക്കേ. സ്തോത്രം. ആരെ കാണിക്കാനാ ഈ അന്തിചുംബനം? അപ്പൊ അതൊരു ചടങ്ങാട്ടാ. സ്തോത്രം കൊടുക്കുന്നത് ഞാൻ എതിര് പറയല്ല, തെറ്റൊന്നുമല്ല പറഞ്ഞത്. എടാ, ജീവിച്ചിരിക്കുമ്പം പോയി 1 മാസം കൂടെ താമസിക്കുവോ, അടുത്തിരിക്കുവോ, സംരക്ഷിക്കുവോ, ചെറിയ കഞ്ഞി മുളകുടച്ചതാ മതി. ചത്ത് കഴിയുമ്പോൾ അന്തും ബിന്ദു എല്ലാം മാരി ഇടുക അമ്മച്ചിക്ക്. എന്തിന്? ജീവിച്ചിരിക്കുമ്പോൾ ഒരു തോർത്ത് കൊണ്ട് കൊടുക്കാൻ, കുളിച്ചു തോർത്താം, തല തോർത്താം, അമ്മയാണെ മാറ് മറയ്ക്കാം. ചത്ത് കഴിയുമ്പോൾ കൊണ്ട് ഇത് അമ്മച്ചിയുടെ നെഞ്ചത്ത് ഇത് ഇടണം കേട്ടോ, വേറെ ജോയ്ക്കുട്ടിയുടെ ഇട്ടാൽ ഞാൻ ഇവിടെ പ്രശ്നം ഉണ്ടാക്കും. ജോയ്ക്കുട്ടി കൊണ്ടുവന്ന തുണി ലാസ്റ്റ് എങ്ങാനും വിട്ടാൽ പിന്നെ ആരുടെ ബേക്കുട്ടിയുടെ ഇടണം. തള്ള കൂറ തുണി എടുത്തോണ്ടിരുന്നപ്പം ബേബിക്കുട്ടിയെ കണ്ടില്ല, ജോയ്ക്കുട്ടിയെ കണ്ടില്ല. നിങ്ങളല്ലേ എന്നെ ഇങ്ങനെ നോക്കുന്നേ? നിങ്ങളുടെ കാര്യമല്ല പറഞ്ഞ, അങ്ങനെയുള്ളവരുടെ കാര്യമാണ്. അങ്ങനെയുള്ള ആരെങ്കിലും ഇവിടെ ഉണ്ട്, നിന്റെ കാര്യമാണ്. പ്രൈസ് ദി ലോർഡ്. ജീവിച്ചിരിക്കുമ്പോ ഇത് ചെയ്യേ. ദൈവത്തിന്റെ മഹത്വം. അത് ഇവിടെ ആരും വിശ്വസ്തരല്ലെന്ന്. എല്ലാവരും അവസ്ഥ തക്കം നോക്കി താഴെ നോക്കി നിൽക്കുമ്പോൾ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവ് വിശ്വസ്തനാ. നിന്നെ ഉപേക്ഷിക്കത്തില്ല, നിന്നെ തള്ളിക്കളയത്തില്ല, നിന്നെ കൈവിടുകയല്ല, നിന്നെ ചതിക്കത്തില്ല, വഞ്ചിക്കത്തില്ല. എന്റെ ഭാഷ പറ, നിന്റെ കാലുവാരത്തില്ല, നിന്നെ അവൻ നശിപ്പിക്കത്തില്ല. അവിടുന്ന് എല്ലാ നാളും നിന്റെ കൂടെയുണ്ട്. ആ പഴയ പാട്ട് ചേർന്ന് പാടിയേ. ഒരു നാളും എന്നെ ഉപേക്ഷിക്കയില്ലെന്ന് പരമാർത്ഥമായി അവൻ ചൊല്ലിയിട്ടുണ്ട്. ഒരു നാളും എന്നെ ഉപേക്ഷിക്കയില്ലെന്നു പരമാർത്ഥമായി അവൻ ചൊല്ലിയിട്ടുണ്ട്. ഒരു നാളും എന്നെ ഉപേക്ഷിക്കയില്ലെന്നു അവൻ ചൊല്ലിയിട്ടുണ്ട്. ഇന്ന് രാത്രി നിനക്ക് വേണ്ടി ജീവനെ തന്ന യേശു വിശ്വസ്തൻ. അവിടുന്ന് മാത്രമാ വിശ്വസ്തൻ. എല്ലാ ഭാഗത്തേക്കും പോകുന്നില്ല. ഒന്ന്, അവിടുന്ന് പരിചയപ്പെടുത്തി, നിന്നെ രക്ഷിച്ച ഞാൻ വിശ്വസ്തനാ. എല്ലാ ഭാഗവും എടുക്കുന്നില്ല. ദൈവത്തിന്റെ മഹത്വം. 2, ഇവരെ നല്ലതുപോലെ ഒന്ന് വിവേചിച്ചു. സ്തോത്രം. വിവേചിച്ചപ്പോൾ സ്തോത്രം, ശീതവാനുമല്ല ശീതോഷ്ണവാൻ എന്ന് പറഞ്ഞാൽ ചൂടുവെള്ളമല്ല, തണുത്ത വെള്ളവും അല്ല, വാട്ടവെള്ളമാ. വാട്ട പെന്തിക്കോസ്. ഒന്നെങ്കിൽ നല്ല പ്യുവർ പെന്തിക്കോസ് ആയിരിക്കണം. എന്തായി പെന്തിക്കോസ്? ഒറ്റ മനസ്സിലാകുന്ന പക്ഷേ, രക്ഷിക്കപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാ അഭിഷേകത്തിൽ നിറഞ്ഞ് ആത്മസ്നാനം പ്രാപിച്ച് വേർപാട് പാലിച്ച് ദൈവത്തോടും മനുഷ്യരോടും കുറ്റമറ്റ മനസാക്ഷിയോടെ ജീവിച്ച് തിരുമേശയെടുത്ത് പ്രാർത്ഥന കഴിച്ച് കൂട്ടായ്മ ആചരിച്ച് അനുദിനം മാനസാന്തരപ്പെട്ട് ആത്മ നിറവിൽ ജീവിതം നയിക്കുന്നതാണ് ആ പെന്തിക്കോസ്. പ്രൈസ് ദി ലോർഡ്. അതാ ആ അനുഭവം. ഇത് ശീലവാനുമല്ല, ഉഷ്ണവാനുമല്ല. ആ ഭാഗം ഒന്നും ഞാൻ വിവരിക്കുന്നില്ല. ഇങ്ങനെയുള്ള സഭയോട് ഒടുവിൽ കർത്താവ് പറയുക, ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. വാതിൽക്കൽ നിന്ന് മുട്ടുക. ഈ സഭയുടെ വാതിൽക്കൽ നിന്ന് യേശു മുട്ടുന്നു. 1-2 കാര്യങ്ങൾ കമ്പിവാചകം പോലെ പറഞ്ഞ് ഞാൻ എൻ്റെ മെസ്സേജ് അങ്ങ് നിർത്തുക. ദൈവത്തിന് സ്തോത്രം. സമയത്തെയും കൊണ്ട് ഭയപ്പെടുന്നത് കൊണ്ടാ. വാതിൽക്കൽ നിന്ന് യേശു മുട്ടുന്നു. 1-ാം അധ്യായത്തിൽ സഭയുടെ നടുക്ക് കർത്താവ് ഉണ്ടായിരുന്നു.
7 നിലവിളക്കുകളുടെ നടുവിൽ സഭയുടെ നടുക്ക്. 2-ാം അധ്യായത്തിൽ നടുക്ക് വെറുതെ നിൽക്കുകയല്ല, 2ന്റെ കൊന്നിൽ നടുവിൽ കൂടെ നടക്കുക എന്ന് പറഞ്ഞാൽ അവിടുന്ന് ജീവനുള്ള ദൈവം. മുക്കിന് മൂലയ്ക്ക് അവിടെ എവിടെയും ബിൽഡിങ്ങിന്റെ മണ്ടയിൽ അവിടെ എവിടെയും കൊണ്ട് ഇങ്ങനെ നിർത്തി ഇങ്ങനെ നിൽക്കുന്ന യേശു അല്ല, അവിടെ നടന്നുകൊണ്ടിരിക്കുക. ഇന്ന് രാത്രി നടന്നുകൊണ്ടിരിക്കുക. 1-ാം അധ്യായത്തിൽ നടുവിലുണ്ട്, 2-ാം അധ്യായത്തിൽ വേറെ സ്റ്റാച്ചു അല്ല, അവിടെ നിന്ന് നടന്നുകൊണ്ടിരിക്കുക. 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നടുക്കുമില്ല, നടുവിലുമില്ല, നടക്കുന്നുമില്ല, യേശു പുറത്താണ്. യേശു പുറത്ത് വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. എന്തിനാ? വാതിലൊന്ന് തുറക്ക്, ഞാൻ അകത്തോട്ട് കയറട്ടെ. ഇന്ന് രാത്രി നിന്റെ ഹൃദയത്തിന്റെ വാതിൽക്കൽ നിന്ന് യേശു മുട്ടുക. എന്തിന്? നിന്റെ ഹൃദയത്തിലേക്ക് അവിടെ നിന്ന് എഴുന്നള്ളി വരുവാൻ. ഇന്ന് രാത്രി ഹൃദയവാതിലൊന്ന് തുറന്നു കൊടുക്ക്. യേശുവേ, എൻ്റെ ഉള്ളത്തിലേക്ക് വരണം. 5 പൈസ മുടക്കണ്ട, 1/2 കാശ് മുടക്കണ്ട, 1/2 മൈൽ നീ കല്ലും കട്ടയൊന്നും ചുമക്കുകയും വേണ്ട, 10 ഇഷ്ടികയും ചുമന്നുകൊണ്ട് പോകുകയൊന്നും വേണ്ട. യേശുവേ, നീ എൻ്റെ ഉള്ളത്തിലോട്ട് വരണം. ഇഷ്ടിക 10 എൻ്റെ തലേ വേണ്ട, ഇഷ്ടികയും ചുമക്കണ്ട, സ്തോത്രം, കസേരയും ചുമക്കണ്ട, ഡെസ്കും ചുമക്കണ്ട, ഒന്നും നീ ചുമ്മണ്ട. ഹൃദയം ഒന്ന് തുറന്നു കൊടുത്താൽ മതി. യേശുവിന് ഏത്തക്കൊലയും കൊടുക്കണ്ട, പൂവൻകൊലയും കൊടുക്കണ്ട. യേശുവിന് ഇതൊന്നും, യേശുവിന് എന്തിനാ വാഴമാണം? യേശുവിന് ഇതൊന്നും ആവശ്യമില്ല. നിന്റെ പൂവൻ കോഴി യേശുവിന് വേണ്ട. കർത്താവ് കോഴിയെ അടവെക്കുന്നൊന്നുമില്ല, പൂവനും പെടയെല്ലാം കൂടെ വെച്ചു. യേശുവിന് ഇത് മുട്ടയൊന്നും ആവശ്യമില്ല. യേശുവേ, നിനക്ക് 2 മുട്ട, അതിനെ നെഞ്ചിന് കേടുണ്ടായി വാട്ടി കുടിക്കാനോ? എടാ, യേശുവിന് മുട്ടയും വേണ്ട, കൊട്ടയും വേണ്ട, പട്ടിയും വേണ്ട, കുട്ടിയും വേണ്ട, ചട്ടിയും വേണ്ട, പെട്ടിയും വേണ്ട, ഒന്നും. യേശുവിന് നിന്നെ മതി. ഇന്ന് രാത്രി നിന്റെ ഹൃദയത്തിന്റെ വാതിലൊന്ന് തുറന്നു കൊടുക്ക്. ഇത്രയും പ്രാർത്ഥിച്ചാൽ മതി. ഏത് മതമോ ഏത് കുലമോ ഏത് ജാതി, മനുഷ്യനായി ഇതെല്ലാം ഉണ്ടാക്കി വെച്ചേക്കുന്നത്. ദൈവത്തിനൊന്നും വിഷയമല്ല. സകലരും ദൈവത്തിന്റെ മക്കളാണ്. ഈ ഭൂമിയിലുള്ള സകല മനുഷ്യരും ദൈവത്തിന്റെ സൃഷ്ടിയാണെന്ന് ആ സൃഷ്ടിയായ പ്രിയപ്പെട്ടവരോട് ഇന്ന് രാത്രി സൃഷ്ടിതാവ് പറയുക, ഹൃദയം ഒന്ന് തുറന്നു കൊടുക്കുക, വാതിൽക്കൽ നിന്ന് മുട്ടുക. 5 പൈസ മുടക്കണ്ട, 1/2 കാശ് മുടക്കണ്ട, ഒരു ഭൗതിക വസ്തുവും കൊടുക്കണ്ട, ഹൃദയം ഒന്ന് തുറക്ക്. ഇന്ന് രാത്രി യേശു നിന്റെ ഉള്ളത്തിലേക്ക് വരും. വാതിൽക്കൽ നിന്നിട്ടവൻ കെഞ്ചി വിളിച്ചിടുന്നു, വാതിൽക്കൽ നിന്നിട്ടവൻ കെഞ്ചി വിളിച്ചിടുന്നു, വാതിൽ തുറന്നിടുക മകനെ മകളെ ദയവാ, വാതിൽ തുറന്നിടുക മകനെ മകളെ ദയവാ. അടിക്കുന്നു എൻ്റെ മെയ്യിൽ, തുപ്പുന്നു എൻ മുഖത്ത്, അടിക്കുന്നു എൻ്റെ മെയ്യിൽ, തുപ്പുന്നു എൻ മുഖത്ത്. എന്റെ സ്വരം കേൾക്കുമോ മകനെ മകളെ കുഞ്ഞേ, എന്റെ സ്വരം കേൾക്കുമോ മകനെ മകളെ കുഞ്ഞേ. വാതിൽക്കൽ നിന്നിട്ടവൻ കെഞ്ചി വിളിച്ചിടുന്നു, വാതിൽക്കൽ നിന്നിട്ടവൻ കെഞ്ചി വിളിച്ചിടുന്നു, വാതിൽ തുറന്നിടുക മകനെ മകളെ ദയവായി, വാതിൽ തുറന്നിടുക മകൻ മകളെ ദയവായി. ഇന്ന് രാത്രി ശ്രദ്ധിക്കുക. 1, വാതിൽക്കൽ നിന്ന് യേശു മുട്ടുന്ന ഏത് വാതിൽ? നിന്റെ ഹൃദയമാണ് വാതിൽക്കൽ. ഇന്ന് രാത്രി ഹൃദയം തുറക്ക്, യേശുവിനെ ഉള്ളത്തിൽ ഏറ്റെടുക്ക്. മറ്റൊരുത്തലിലും രക്ഷയില്ല. രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം യേശുവിന്റെ പരിശുദ്ധ നാമം. ഈ നാമം പകർന്ന തൈലം പോലുള്ള നാമമാ, എല്ലാ നാമത്തിലും മേലായ നാമമാ. ഭൂതങ്ങൾ വിട്ടുപോകുന്ന നാമം, രോഗികൾ സൗഖ്യമാകുന്ന നാമം, എല്ലാ മുഴങ്കാലും മടങ്ങുന്ന വിറയ്ക്കുന്ന പരിശുദ്ധ നാമമാണ് യേശുവിന്റെ നാമം. ഈ നാമത്തിൽ രോഗശാന്തിയുണ്ട്, ഈ നാമത്തിൽ അത്ഭുതം നടക്കും, ഈ നാമം നിന്നെ ഉയർത്തും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി യേശുവിനെ ഉള്ളത്തിൽ ഏറ്റെടുക്കുക. വാതിൽക്കൽ നിന്ന് യേശു മുട്ടുന്നു. വാതിൽക്കൽ എന്തൊക്കെയാണ് നമ്മുടെ വിഷയം? കമ്പിവാചകം പോലെ പറഞ്ഞെങ്കിൽ നിർത്താം. ഇന്ന് നമ്മുടെ യോഗം തീരുകയല്ലയോ? 2 മിനിറ്റ് കൊണ്ട് എടുക്കുക. പിന്നെ സ്തോത്രം. നാളെ ഇങ്ങനൊരു യോഗം ഇവിടെ നടത്താൻ ഒക്കത്തില്ല. നാളെ ഞാനും നിങ്ങൾ ഉണ്ടോ എന്ന് എങ്ങനെ അറിഞ്ഞു? സ്തോത്രം. ഇത് സുപ്രസാദ കാലമാ, ഇത് രക്ഷാദിവസമാ. ഇന്ന് രാത്രി ദൈവം നിനക്ക് അവസരം തരിക. ഇന്ന് രാത്രി ദൈവം നിന്നോട് ഇടപെടുക. ഇന്ന് രാത്രി ദൈവം നിനക്ക് സാവകാശം ഒരുക്കി തരിക.
ദൈവം നിന്നെ സ്നേഹിക്കുന്നു. ഹൃദയം തുറന്നു കൊടുക്ക്. ഇന്ന് രാത്രി യേശു ഉള്ളത്തിലേക്ക് വരട്ടെ. ഓടിച്ച് മുമ്പോട്ട് പോകാം. വാക്യങ്ങൾ എടുത്തു വായിപ്പിക്കാൻ സമയം അനുവദിക്കുന്നില്ല, അതുകൊണ്ട് പറഞ്ഞു വിടാം. 2 വാതിക്കൽ എന്തുകൊണ്ട്? ഉൽപ്പത്തി പുസ്തകം 4:7 ഫലമുണ്ട്. പാപം നിന്റെ വാതിക്കൽ കിടക്കുന്നു. അപ്പൊ 2 വാതിക്കൽ പാപം. ഇന്ന് രാത്രി അതിന് ജയിക്കണം ഞാനും നിങ്ങളും. ഈ പാപമെന്ന് ചിന്തിക്കുമ്പോൾ ചിലര് ഈ 7-ാം കൽപ്പന മാത്രമാ പാപം. അല്ല, സകല അനീതിയും പാപമാണ്. നീതിക്ക് നിരക്കാത്തത് മുഴുവൻ പാപമാണ്. നന്മ ചെയ്യുവാൻ അറിഞ്ഞിട്ടത് ചെയ്യാതിരിക്കുന്നത് അതും പാപമാണ്. പാപത്തിന്റെ വലിയ പട്ടികയുണ്ട്. എന്തുമാകട്ടെ, ഇന്ന് രാത്രി ആ പാപം വാതിക്കൽ നിൽക്കുന്നു. ആ പാപത്തിൽ നിന്ന് ഇന്ന് രാത്രി ജയിക്കണം. പാപത്തെ ജയിക്കാൻ ഒറ്റ മാർഗമേ ഉള്ളൂ. യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധ രക്തത്താൽ കഴുകൽ പ്രാപിക്കുക. അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നിന്നെ ശുദ്ധീകരിക്കും. അതിന് ഭൗതിക വസ്തുക്കളൊന്നും കൊണ്ട് കൊടുക്കണ്ട. അവൻ ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ മതി: യേശുവേ, അവിടുത്തെ പരിശുദ്ധ രക്തത്താൽ എൻ്റെ മുഴുവൻ പാപങ്ങളും ക്ഷമിക്കണം. അത് നിന്റെ അകൃത്യങ്ങൾ രക്തം പോലെ ഇരുന്നാൽ ഹിമം പോലെ വെളുപ്പിക്കും. എത്ര ചുമപ്പായിരുന്നാലും അത് പഞ്ഞി പോലെ വെളുപ്പിക്കുവാൻ പര്യാപ്തമായ പരിശുദ്ധ രക്തമാണ് യേശുവിൻ്റെ രക്തം. എന്താ യേശുവിന്റെ രക്തത്തിന്റെ പ്രത്യേകത? 1, അത് പാപം മോചിക്കുന്ന രക്തം. 2, രോഗം സൗഖ്യം തരുന്ന രക്തം. 3, ഇത് ഗുണകരമായി സംസാരിക്കുന്ന രക്തം. 4, ഇത് പുണ്യാക രക്തം. 5, ഇത് വിലയേറിയ രക്തം. 6, ഇത് ദൈവത്തെ ആരാധിക്കുവാൻ യോഗ്യരാക്കി തീർത്ത രക്തം. 7, വെളിപ്പാട് പുസ്തകം പഠിപ്പിക്കുമ്പോൾ ഈ രക്തം നമുക്ക് ജയം തരുന്ന രക്തം. അവർ കുഞ്ഞാടിന്റെ സ്തോത്രം രക്തത്താൽ ജയമെടുത്തെന്ന. ഇന്ന് രാത്രി ജീവിതത്തിന്റെ പരാജയത്തിന്റെ പടുകുടിയിൽ കിടക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ, ആത്മഹത്യ പരിഹാരമല്ല, നാട് വിടുന്ന പരിഹാരമല്ല, വിഷം കടിക്കുന്നത് പരിഹാരമല്ല, തന്നെത്താൻ പീഡിപ്പിക്കുന്നത് പരിഹാരമല്ല, ആരോടും മിണ്ടാതെ മൃഗലിക്കാതെ അകത്ത് കയറി മുറിയടച്ചിട്ടിരിക്കുന്ന പരിഹാരമല്ല. പരിഹാരം യേശുവിനുണ്ട്. യേശുവിന്റെ രക്തത്താൽ പരിഹാരമുണ്ട്. ആട്ടുകൊറ്റന്മാരുടെയും കാളക്കിടാക്കിന്റെ രക്തവും മലിനപ്പെട്ടമേ തളിക്കുന്ന പശുഭസ്മവും ജഡിക ശുദ്ധി വരുത്തുമ്പോൾ നിത്യാത്മാവിനാൽ പിതാവാം ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി സമർപ്പിച്ച യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധ രക്തം, ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാക രക്തം. ഇന്ന് രാത്രി ആ രക്തത്താൽ നിനക്ക് പാപകടമേ ജയമുണ്ട്. നിരാശപ്പെട്ടു പോകരുത്. ജീവിതത്തിൽ തകർച്ചകൾ, പാളിച്ചകൾ, പോരായ്മകൾ, അപാകതകൾ വന്നവർ തകർന്നു പോകരുത്. ഇന്ന് രാത്രി യേശുവിനോട് പ്രാർത്ഥിക്ക്: എൻ്റെ യേശുവേ, അവിടുത്തെ പരിശുദ്ധ രക്തത്താൽ എൻ്റെ മുഴുവൻ പാപങ്ങളും ക്ഷമിക്കണമേ, പൊറുക്കണമേ, എന്നെ കഴുകി വെടിപ്പാക്കണമേ. പാപം വാതിക്കൽ കിടക്കുന്നു, അതിൻ്റെ ആഗ്രഹം എന്നോടാ. എനിക്കതിന് ജയിച്ച് അതിനെ കീഴടക്കണം. നിന്റെ കൃപയാൽ നടക്കും. ഇന്ന് പ്രാർത്ഥിര്, യേശു നിന്നെ രക്ഷിക്കും. അപ്പൊ 1, വാതിക്കൽ നിന്ന് മുട്ടുന്നു, അകത്തേക്ക് ഹൃദയത്തിലേക്ക് പ്രവേശിക്കാൻ. 2, വാതിക്കൽ പാപം കിടക്കുന്നു, ജയിക്കണം. എങ്ങനെ? യേശുവിന്റെ രക്തത്താൽ. 3, വാതിക്കൽ വായിപ്പിക്കുന്നില്ല. പുറപ്പാട് 12-13 താഴോട്ട് പഠിക്കുമ്പോൾ, 8 മുതൽ താഴോട്ട് പഠിക്കുമ്പോൾ 3 സംഹാരകൻ വാതിക്കൽ നിൽക്കുന്നു. സ്തോത്രം. ശക്തി വാതിക്കൽ. ഇന്ന് രാത്രി സംഹാര ശക്തി ഇന്ന് രക്ഷപ്പെടാൻ ഒറ്റ മാർഗം വെച്ചിരിക്കുക: ഒരു കുഞ്ഞാട് അറക്കപ്പെടണം. ഒരു കുഞ്ഞാടിനെ അറുത്ത് അതിന്റെ രക്തമെടുക്കണം. വീടൊന്നിന് ഒരാട്ടിൻകുട്ടി. അത് 1 വയസ്സ് പ്രായമുള്ളത് ഊനമില്ലാത്തതുമാണ് ആയിരിക്കണം. അത് ചെമ്മരിയാടോ കോലാടോ ആകാം. അതിനെ 10-ാം തീയതി വേർതിരിച്ച് 14-ാം തീയതി സന്ധ്യാസമയത്ത് കുഞ്ഞാടിനെ അറുത്ത് ആ കുഞ്ഞാടിന്റെ തിരുരക്തം ഒരു കിണ്ണത്തിലെടുത്ത് ഈ സോപ്പ് ചെടികിട കട്ടെടുത്ത് കിണ്ണത്തിൽ കട്ടളക്കാർ 2 കുറുമ്പടിയിൽ പുരട്ടണം. കാലിൽ ചെരുപ്പിട്ട് കയ്യിൽ വടിപിടിച്ച് അരമുറുക്കി തീയിൽ ചുട്ട് കുഞ്ഞാടിനെ കയ്പുചീരയും പുളിപ്പില്ലാത്ത കൂടെ ചേർത്ത് കൂട്ടിപ്പിടിച്ച് കടിച്ച് ഭുജിച്ച് അന്ന് രാത്രി ആരും വെളിയിലിറങ്ങരുത്. കാരണം സംഹാരകൻ വാതിക്കലുണ്ട്. ആ സംഹാര ശക്തിയിൽ നിന്ന് നിനക്ക് രക്ഷപ്പെടണം. വാതിക്കൽ സംഹാരകൻ രക്ഷപ്പെടാൻ ഒരു കുഞ്ഞാട് അറുക്കപ്പെടണം. ഈ കുഞ്ഞാട് മറ്റാരുമല്ല, കാൽവറിയിൽ മനുഷ്യവർഗത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ജീവനെ തന്ന യേശുവിന്റെ പരിശുദ്ധ തിരുമരണത്തെയാണ് ഇത് കാണിക്കുന്നത്. ഇന്ന് രാത്രി സംഹാര ശക്തിയിൽ നിന്ന് നിനക്കും നിന്റെ കുടുംബത്തിനും രക്ഷപ്പെടണമെങ്കിൽ ഒറ്റ മാർഗമേ ഉള്ളൂ. കാൽവറിയിൽ ഒരുവൻ ജീവനെ തന്നിട്ടുണ്ട്. ആ കാൽവറിയിൽ ജീവനെ തന്നവനെ വിശ്വസിച്ച് ആ കാൽവറി ക്രൂശിൽ നീ അടിയറവ് പറഞ്ഞാൽ നിനക്കും നിന്റെ കുടുംബത്തിനും സംഹാരബാധയിൽ നിന്ന് രക്ഷപ്പെടാം. പ്രൈസ് ദി ലോർഡ്.
ആഭിചാരമായിരിക്കും, മന്ത്രവാദമായിരിക്കും, കൂടോത്രമായിരിക്കും. അതൊക്കെ അങ്ങനെയാണല്ലോ. പല ദോഷങ്ങൾ കാണും, ആൾക്കാർ പറഞ്ഞു കാണും. ഒത്തിരി ദോഷമുണ്ട്, ആയിക്കോട്ടെ, ഒത്തിരി ദോഷം ഉണ്ട്. പെണ്ണിന്റെ കല്യാണം ദോഷമാ, ചെറുക്കന് ജോലി കിട്ടാത്തത് ദോഷമാ. സ്വോത്രം. അമ്മാമ്മയ്ക്കാണ്ട് ഇവിടെ ഒരു തിണുപ്പ്, അത് ദോഷമാ, ആയിക്കോട്ടെ. വീട് പണി നടക്കാത്തത് ദോഷമാ. സ്തോത്രം. ആൺകുഞ്ഞുങ്ങള് വീട്ടിൽ വാരുന്നില്ല, ദോഷമാ. അങ്ങനെ ഒത്തിരി ഒത്തിരി ദോഷമാണെന്നല്ല പറയാനേ. സകല ദോഷവും യേശു മാറ്റും. പുസ്തകം പഠിപ്പിക്കുന്നത് യഹോവയൊരു ദോഷവും തട്ടാതവണ്ണം നിന്നെ പരിപാലിക്കും. അവൻ നിന്റെ പ്രാണനെ പരിപാലിക്കും. യഹോവ നിന്റെ ഗമനത്തെയും ആഗമനത്തെയും ഇന്നു മുതൽ എന്നേക്കും പരിപാലിക്കും. പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും നിന്നെ ബാധിക്കത്തില്ല. രാത്രിയിലെ ഭയത്തെയും പകൽ പതക്കുന്ന അസ്ത്രത്തെയും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയും ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെ നിനക്ക് പേടിപ്പാനില്ല. ആവർത്തിച്ച് പറയട്ടെ, യഹോവ ഒരു ദോഷവും തട്ടാതവണ്ണം നിന്നെ പരിപാലിക്കും. ആരെ? കുഞ്ഞാടനിയടുത്ത് ചോരത്തളി ആചരിച്ച് അവൻ വീണ്ടെടുപ്പ് പ്രാപിച്ച് നിൽക്കുന്ന ദൈവത്തിന്റെ പൈതലിനെ ഒരു സംഹാര ശക്തിയും തൊടത്തില്ല. പെന്തിക്കോസുകാരോട് ഉറപ്പിച്ചും നിറപ്പിച്ചും പറയാം, ആഭിചാരമോ ശുദ്രമോ മന്ത്രമോ അങ്ങനെയൊക്കെയാണല്ലോ, കൂടോത്രമോ എന്തുമാകട്ടെ, ഇനി 4ാം വേദക്കാരന്റെ കെട്ടാകട്ടെ, സകല കെട്ട്, അറബിക്കെട്ടെന്നൊക്കെ ചൊല്ലി പറയും. അറബിയല്ല, ഇനി ഉറുദു കെട്ടായിക്കോട്ടെ, ഏത് കെട്ടുമായിക്കോട്ടെ. സ്തോത്രം. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാത്മ നിറവിനെ പ്രാപിച്ച് മുഴങ്കാലുമടക്കി നീ മുഴങ്കാലുമേൽ ഇരുന്ന്, പിന്നെ എൻ്റെ ഭാഷ പറയാ, തമ്പേറുമൊക്കെ ഉണ്ടെങ്കിൽ നല്ലതാ, തമ്പേറുമൊക്കെ ഒന്ന് അടിച്ച് അവൻ 2 ശീൽ പാട്ടുമൊക്കെ ഒന്ന് പാടി മുഴങ്കാലയിൽ ഇരുന്ന് നീ ആത്മാവിൽ അന്യഭാഷ പറഞ്ഞ് ദൈവത്തെ ആരാധിക്കുമ്പോൾ സകല കെട്ടും പൊട്ടും. പ്രൈസ് ദി ലോർഡ്. സകല ബന്ധനങ്ങളും അഴിയുമെന്ന്. ഒരു സംഹാര ശക്തിയും നിന്നെ തൊടത്തില്ല. ഒരു ദോഷവും നിന്റെ കുടുംബത്തിൽ വരത്തില്ല. അതിലെ ആഭിചാരവും മന്ത്രവാദവും ഒന്നും അവൻ നിറവുള്ള ബന്ധുക്കോസുകാർക്ക് വിഷയമല്ലല്ലോ. പേടിയുള്ള ബന്ധുക്കോസുകാരും ഉണ്ട്. പാസ്റ്റർ, ഞങ്ങൾ ഇത് വിൽക്കാനായിട്ട് ഇരിക്കുക. അതിൻ്റെ അമ്മ ഇതിലെ ഒരു വരത്ത് പോക്ക് ഉണ്ട്. കാരണം വർഷങ്ങളായിട്ട് നമ്മൾ തന്നെ വരികയും പോവുകയും ചെയ്യുക. നമ്മുടെ വരത്ത് പോക്കിനേക്കാൾ വേറെ ഏത് വരത്ത് പോക്കാ? നമ്മുടെ ആ യോഗം കഴിഞ്ഞുള്ള വരവും യോഗം കഴിഞ്ഞുള്ള പോക്കും. വൈകിട്ട് വരുമോ? അതാണ് പോക്ക്. വരത്തെങ്ങനെ? എവിടെ പോവാ? എവിടാ? ഇതാണ് വരത്ത്. യോഗം കഴിഞ്ഞുള്ള പോക്കാണ്. ഇത് തന്നെ വലിയ വരത്ത് പോക്കല്ലേ. സ്തോത്രം. ഇനി ഏത് വരത്ത് പോക്കാകട്ടെ, നീ മുഴങ്കാലിന്മേലിരുന്ന് അന്യഭാഷ പറഞ്ഞ്, പെന്തിക്കോസുകാരോടായി പറയുന്നത്, അന്യഭാഷ പറഞ്ഞ് നീ ആത്മാവിൽ നിറഞ്ഞ് ദൈവത്തെ ആരാധിച്ചാൽ ഒരു സംഹാര ശക്തി നിന്നെ തൊടത്തില്ല. സകല കെട്ടും പൊട്ടുവന്നാ ഇന്ന് രാത്രി വീണ്ടും പറയുന്നത്. അതല്ലേ ആഭിചാരോ മന്ത്രവാദോ ഉള്ള വീട്ടിൽ ഞങ്ങൾ പെന്തിക്കോസുകാരെ ഒന്ന് കൊണ്ടുചെന്നേ. അവസരം എന്താ? അവസരം തരാൻ. എല്ലാ പെന്തിക്കോസുകാരെ അല്ല, ആത്മനിറവുള്ള. ചുമ്മാ ഉഴപ്പനൊന്നും വന്നേക്കരുത്. തൂക്കുന്നവനൊക്കെ ഇരുന്ന വ്യായു തന്നെ അടിച്ച് നിന്റെ 6ാം മാല തകർക്കും. നീ അവിടെ ചെന്ന് മൂങ്ങായിരിക്കും പോലെ ഇരുന്ന ഞാൻ എന്തിക്കോ സാധനം പറഞ്ഞ് അവിടെ വന്ന് പമ്മി ഇരുന്നാൽ വ്യായു നല്ല താങ്ങും നിനക്കിട്ട്. സ്തോത്രം. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ 6ാം മാല നോക്കി അടിക്കും. എന്നാൽ ആത്മനിറവുള്ള പെന്തിക്കോസുകാരൻ, പരിശുദ്ധാത്മനിറവിൽ ആരാധിക്കുന്ന ദൈവ പൈതൽ, ഒന്നുകൂടെ പറഞ്ഞാൽ നൃത്തം ചെയ്ത് അന്യഭാഷ പറഞ്ഞ് ദൈവത്തെ ആരാധിക്കുന്ന ദൈവ പൈതൽ 10 വേണ്ടെന്ന് 2 അങ്ങോട്ട് കയറി ആത്മാവിൽ അന്യഭാഷ പറഞ്ഞ് ആരാധിച്ച സകല കെട്ടും പൊട്ടുമെന്ന്. നമ്മളെ പോരിന്റെ ആയുധം ജഡീകമല്ല, കോട്ടകളെ ഇടിക്കുന്ന ദൈവശക്തിയാ. അവയാ ഞങ്ങൾ സങ്കല്പനങ്ങളും വിചാരങ്ങളും ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങി വരുന്ന സകല ഉയർച്ചകളെ വിചാരങ്ങളെ പിടിച്ചടക്കും. നീ ആത്മാവി ദൈവത്തെ ആരാധിക്കണം. സഭായമൊക്കെ നന്നായിട്ട് ആത്മാവി ദൈവത്തെ ആരാധിക്കണം. ഇത് ഉമ്മ ഇരിക്കുക, ഈ കൊടച്ചക്ര ഇരിക്കും പോലെ കൈ പഠിക്കുകയില്ല, പാടുകയില്ല, പ്രാർത്ഥിക്കുകയില്ല, ഉമ്മ പഴയ ആളാന്നും പറഞ്ഞ്. സ്തോത്രം. അങ്ങനെയൊന്നും അല്ല. ദൈവത്തെ നന്നായിട്ട് ആരാധിക്കണം. സ്തോത്രം. ഇതിപ്പോ ഈ സ്കെയിലുമായിട്ടായിരിക്കുന്ന സൂക്ഷം 12 ബൈബിളിന്റെ സിബിട്ട് കാണിക്കും. ഉടനെ ഈ സിഗ്നൽ തരുന്നത് എങ്ങനെയാണെന്നറിയോ? ഒന്നെങ്കിൽ ബൈബിളിന്റെ സിബിട്ട്, അല്ലെങ്കിൽ കണ്ണട ഇങ്ങനെ യോഗം തന്നെ. നീ ഉമ്മ അങ്ങോട്ടും ഇങ്ങോട്ടും മടക്കിയിരിക്കുകയുള്ളൂ. സഭായത്തിന് നൃത്തം ചെയ്ത് ദൈവത്തെ ആരാധിക്കണം.
ദൈവമക്കൾ കൂടി വരുന്നത് അന്യഭാഷ പറഞ്ഞ ആത്മാവി ദൈവത്തെ ആരാധിക്കണം. ഒരു സംഹാര ശക്തി നിന്നെ തൊടുകയല്ല. ഒന്ന്, വാതിക്കൽ നിന്ന് യേശു മുട്ടുന്നു ഹൃദയത്തിലേക്ക് പ്രവേശിക്കാൻ. രണ്ട്, അവൻ സ്തോത്രം വാതിക്കൽ പാപം കിടക്കുന്നു, ജയിക്കണം, യേശുവിന്റെ രക്തത്താൽ ജയം. മൂന്ന്, അവൻ വാതിക്കൽ സംഹാര ശക്തി ഉണ്ട്. എങ്ങനെ ജയിക്കാം? കുഞ്ഞാടിനെ തിരുരക്തത്താൽ ജയിക്കാം. വായിപ്പിക്കുന്നില്ല. മൂന്ന്, സ്തോത്രം യാക്കോബിന്റെ ലേഖനം 5:9 വാതിക്കൽ ന്യായാധിപതി നിൽക്കുന്നു. എന്തിന്? ന്യായം വിധിക്കാൻ. ആരെ? നമ്മോട് ബന്ധപ്പെട്ട് പറഞ്ഞാൽ ദൈവമക്കൾക്ക് ന്യായവിധിയുണ്ട്. സ്തോത്രം. നമുക്കാണല്ലോ ന്യായവിധി. ന്യായവിധി വേറെ ആർക്കും ഇല്ല, നമുക്കാ. മറ്റുള്ളവർക്ക് ശിക്ഷാവിധിയാ, നമുക്ക് ശിക്ഷാവിധി ഇല്ല. പക്ഷെ നമുക്ക് ന്യായവിധി ഉണ്ട്. അവിടെ നിന്ന് ന്യായവിധി ചെയ്യുവാൻ വാതിക്കൽ നിൽക്കുക. വിവരിക്കുന്നില്ല. സകലരെയും ന്യായം വിധിക്കും. എന്നെയും നിങ്ങളെയും സകല എണ്ണത്തിനെയും ന്യായം വിധിക്കുന്ന ഒരു സുദിനമുണ്ട്. സ്തോത്രം. പണ്ടൊരു ജാക്കോസർ ഉണ്ടായിരുന്നു പരുത്തമ്പാറ. പുള്ളി ഒരു പാട്ടിന്റെ വരി എഴുതി, പാടാൻ നേരമില്ലെങ്കിൽ 2 ശീല് ഒന്ന് പാടിയേക്കാൻ ന്യായം വിധിക്കുവന്ന്. പുള്ളിയുടെ ശൈലിയിൽ പുള്ളി എഴുതിയതാ. ക്രിസ്തന്റെ മുമ്പിൽ നിന്നു ന്യായം പറഞ്ഞിടുവാൻ, ക്രിസ്തന്റെ മുൻപിൽ നിന്നും ന്യായം പറഞ്ഞിടുവാൻ, പാപ്പാ ബിഷോപ്പന്മാരും മെത്രാന്മാരച്ഛന്മാരും നാസ്തികരും എല്ലാ ആസ്തികരും ന്യായം വിധിച്ചു തള്ളും മഹാദൈവം. യവനായ കൂട്ടങ്ങളും കത്തോലിക്കരുമെല്ലാം, യവനായ കൂട്ടങ്ങളും കത്തോലിക്കരും യാക്കോബ്യർ മർത്തോമ്യരും പ്രൊട്ടസ്റ്റ് സംഘ. അപ്പൊ നമ്മൾ വിടും. പുള്ളിയുടെ ശൈലിയാ. ക്രിസ്തന്റെ മുൻപിൽ നിന്നു ന്യായം പറഞ്ഞിടുവാൻ, യാക്കോബ്യർ മർത്തോമ്യരും പ്രൊട്ടസ്റ്റ് സംഘങ്ങളും ആസ്തികരും എല്ലാ നാസ്തികരും ന്യായം വിധിച്ചു തള്ളും മഹാദൈവം. ദുഷ്ടനെ വിധി ചൊല്ലി പുറം തള്ളും, തേജസ്സിൻ സിംഹാസനം ന്യായമായി വിധി ചൊല്ലി പോകുവിൻ, ഞാൻ നിങ്ങളെ അറിയുന്നില്ല. ചാക്കോ സാറ് 2 ഭാഗം എഴുതിയിട്ടുണ്ട്. വെള്ളസിംഹാസന ന്യായവിധി അതിനകത്ത് വന്നിട്ടുണ്ട്. ക്രിസ്തുവിന്റെ മുമ്പിൽ നിന്ന് ന്യായം പറയുന്ന കാര്യമോ എഴുതിയിട്ടുണ്ട്. എന്തായാലും കൊള്ളാം, ന്യായാധിപതി വാതിക്കൽ നിൽക്കുന്നു. ഒരു വാക്യം വായിച്ച് ഇന്നത്തെ മെസ്സേജ് അങ്ങ് നിർത്താം. വാതിക്കൽ എന്തുകൊണ്ട്? ഒന്ന്, യേശു ക്രിസ്തു വാതിക്കൽ നിന്ന് മുട്ടുന്നു ഹൃദയത്തിലേക്ക് പ്രവേശിക്കാൻ. 2, പാപം വാതിക്കൽ കിടക്കുന്നു, ജയം ക്രിസ്തുവിന്റെ രക്തത്താൽ. 3, സംഹാരകൻ വാതിക്കൽ നിൽക്കുന്നു, സംഹരിക്കാൻ രക്ഷപ്പെടാൻ ഒറ്റ മാർഗം, കുഞ്ഞാടിനെ അറുത്ത് ചോരത്തളി ആചരിച്ചോണം. 4, ന്യായാധിപതി വാതിക്കൽ നിൽക്കുന്നു. എന്തിന്? ന്യായം വിധിക്കാൻ, ന്യായം വിധിച്ച് പ്രതിഫലം തരാൻ. 5, വാതിക്കൽ എന്തുകൊണ്ട്? അത് വായിച്ചങ്ങ് നിർത്താം. അറിവുള്ള വാക്യം ഉത്തമഗീതങ്ങളുടെ പുസ്തകം 5-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം വായിച്ച് ഇന്ന് രാത്രി നമുക്കങ്ങ് നിർത്താം. ഉത്തമഗീതം 5-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം വായിച്ചാട്ടെ. പെട്ടെന്ന് വായിക്കാം. ഞാൻ ഉറങ്ങുന്നു എങ്കിലും എന്റെ ഹൃദയം ഉണർന്നിരിക്കുന്നു. ഞാൻ ഉറങ്ങുന്നു എങ്കിലും എന്റെ ഹൃദയം ഉണർന്നിരിക്കുന്നു. അടുത്തത്, വാതിക്കൽ മുട്ടുന്ന എന്റെ പ്രിയന്റെ സ്വരം എന്ന് പറഞ്ഞാൽ ദൈവസഭയോട് പറയുകയാ, യേശു വീണ്ടും വരാറായി. വാതിക്കൽ മുട്ടുന്ന പ്രിയന്റെ സ്വരം, അവിടുത്തെ ആ സ്വരം കേൾക്കണം. വാതിക്കൽ മുട്ടുന്നു, അതിന്റെ ശബ്ദം കേട്ടോണ്ടിരിക്കുക. യേശു വരാറായി. എന്തിന്? തിരുസഭയെ ചേർക്കാൻ. ഏലാ തിരുസഭ? രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടം. ആ സഭയുടെ പ്രത്യേകത, അവർ സ്നാനപ്പെട്ട് ആത്മനിറവിനെ പ്രാപിച്ച് വേർപാട് പാലിച്ച് മുമ്പേ ഓർപ്പിച്ചല്ലോ, തിരുമേശയെടുത്ത് കൂട്ടായ്മ ആചരിച്ച് പ്രാർത്ഥന കഴിച്ച് അനുദിനം വേർപാട് പാലിക്കുന്ന തിരുസഭയെ ചേർക്കാൻ യേശു വീണ്ടും വരും. ഇനി എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും, താമസിക്കത്തില്ല. തനിക്കായി കാത്തു നിൽക്കുന്ന വിശുദ്ധന്മാരുടെ രക്ഷയ്ക്ക് അവിടുന്ന് പാപം കൂടാതെ രണ്ടാമത് പ്രത്യക്ഷപ്പെടും. യേശു വരാറായി, അവൻ തിരുസഭയെ ചേർക്കാറായി. ഇന്ന് രാത്രി പ്രത്യാശയുള്ള ദൈവമക്കൾ ദൈവത്തെ മഹത്വപ്പെടുത്ത്. വാതിക്കൽ നിന്ന് മുട്ടുന്ന പ്രിയന്റെ സ്വരം,
ആമേൻ ആമേൻ. തിരുസഭ പറയുക, എൻ്റെ പ്രിയന്റെ ശബ്ദം ഞാൻ കേൾക്കുക. ഒരിക്കൽ ആർക്കും വേണ്ടാതെ ഒറ്റപ്പെട്ട് കിടന്ന ഈ പെൺകുട്ടിയെ, ചോര പുരണ്ട് കിടന്ന കുഞ്ഞിനെ കോരിയെടുത്ത് മാരോട് ചേർത്ത് ഉമ്മ വെച്ച് അമ്മയുടെ വീട്ടിൽ കൊണ്ട് കൊടുത്ത് രക്ഷ ചെയ്ത് ആമൻ ശരിയായ നിലയിൽ വളർത്തി ആമൻ പക്വത വന്ന ആ പെൺകുട്ടി പറയുകയാ, എനിക്കൊരൊറ്റ പ്രതീക്ഷയുള്ളൂ, എന്നെ രക്ഷിച്ച് എന്നെ വീണ്ടെടുത്ത് എന്നെ വിടിവിച്ച ആമൻ ആ ഇടയച്ചെറുക്കനുണ്ടല്ലോ, അവിടുന്ന് വീണ്ടും വരാറായി. അവിടുന്ന് വാതിക്കൽ മുട്ടുന്ന എൻ്റെ പ്രിയന്റെ സ്വരം കേൾക്കുക. ഇന്ന് രാത്രി നമ്മുടെ പ്രത്യാശ, യേശു വീണ്ടും വരും. ചിലർ താമസമെന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തന്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. യേശു വരാറായി. ആമൻ നമുക്ക് ഒരുങ്ങാം. ആമൻ സ്തോത്രം. വാട്ടം, കറ, ചുളുക്കം, മാലിന്യമൊന്നുമില്ലാതെ ശുഭ്രയുമായ തന്റെ കാന്തയെ തിരുസഭയെ ചേർക്കാൻ വാതിക്കൽ നിന്ന് മുട്ടുന്ന ആ പ്രിയന്റെ ശബ്ദം നമുക്കൊന്ന് ഒരുങ്ങാം. ലോകത്തിന്റെ മാലിന്യങ്ങളോ നേർക്ക് ഏശാതെ പൗലോസ് പറയുക, ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും വർദ്ധിച്ചിട്ട് ഈ ലോകത്തിൽ ആമൻ സ്തോത്രം വേർപാടോടെ വിശുദ്ധിയോടെ ജീവിച്ച് കർത്താവിന്റെ വരവിനായി ഒരുങ്ങുവാൻ ഇന്ന് രാത്രി നമുക്കെന്നെ സമർപ്പിക്കാം. എല്ലാവരും നിമിഷം പ്രാർത്ഥിച്ചാട്ടെ. കർത്താവേ, ഇന്ന് രാത്രി എന്നെ സമർപ്പിക്കുന്നു. അവിടുത്തെ വരവിനായി എന്നെ ഒരുക്കണമേ. കൈവിടപ്പെട്ടു പോകുവാൻ, തള്ളപ്പെട്ടു പോകുവാൻ അനുവദിക്കരുത്. എല്ലാവരും ഒരു നിമിഷം പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവിന്റെ വരവിനായി നമ്മെ ഒന്ന് ഒരുങ്ങുവാൻ എല്ലാവരും ഒന്ന് സമർപ്പിച്ചാട്ടെ. ആ പഴയ പാട്ടിന്റെ 2 ചരണങ്ങൾ കൈകളടിച്ച് പാടി ഇന്ന് രാത്രി നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. കാലമായി കാലമായി പറന്നു പോവാൻ, കാലമായി 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 പറന്നു പോകാൻ കാലമായി, രാജാധിരാജൻ വരുന്നു വേഗം പ്രിയരെ, രാജാധിരാജൻ വരുന്നു വേഗം പ്രിയരെ. എന്നു കാണും യേശുരാജനെ, എന്നു കാണും യേശുരാജനെ. ലോകത്ത് ഞാനൊരു നിന്ദിതനെങ്കിലും, ലോകത്ത് ഞാനൊരു നിന്ദിതനെങ്കിലും മേഘത്തിൽ ഞാനൊരു വധുവായി വാഴുമേ, മേഘത്തിൽ ഞാനൊരു വധുവായി വാഴുമേ. എന്നു കാണും. കൈയടിച്ച് ചേർന്ന് എന്നു കാണും യേശുരാജനെ. ഉൾക്കിരീടധാരിയായി കടന്നുപോയ പ്രിയനെ, കിരീടധാരിയായി കടന്നുപോയ പ്രിയനെ, പൊൻകിരീടധാരിയായിട്ട് അന്ന് ഞാൻ കാണുമേ, പൊൻകിരീടധാരിയായിട്ട് അന്ന് ഞാൻ കാണുമേ. എന്നു കാണും യേശുരാജനെ, എന്നു കാണും യേശുരാജനെ. യേശുരാജൻ വന്നിടും തൻ ഭക്തന്മാരെ ചേർക്കുവാൻ, യേശുരാജൻ വന്നിടും തൻ ഭക്തന്മാരെ ചേർക്കുവാൻ. സ്വർഗാദി സ്വർഗങ്ങളിൽ വാസം ചെയ്യുവാൻ കാലമായി, സ്വർഗാദി സ്വർഗങ്ങളിൽ വാസം ചെയ്യുവാൻ കാലമായി. എന്നു കാണും യേശുരാജനെ. ഓ എന്നു കാണും യേശുരാജനെ. കാലമായി കാലമായി പറന്നു പോവാൻ, ഓ കാലമായി കാലമായി പറന്നു പോകാൻ, കാലമായി രാജാധിരാജൻ വരുന്നു വേഗം പ്രിയരെ, രാജാധിരാജൻ വരുന്നു വേഗം പ്രിയരെ. എന്നു കാണും യേശുരാജനെ, എന്നു കാണും യേശുരാജനെ. ഓ യേശുരാജൻ വന്നിടും തൻ ഭക്തന്മാരെ ചേർക്കുവാൻ, യേശുരാജൻ വന്നിടും തൻ ഭക്തന്മാരെ ചേർക്കുവാൻ. ഓ സ്വർഗാദി സ്വർഗങ്ങളിൽ വാസം ചെയ്യുവാൻ കാലമായി, സ്വർഗാദി സ്വർഗങ്ങളിൽ വാസം ചെയ്യാൻ കാലമായി. ഓ എന്നു കാണും യേശുരാജനെ, എന്നു കാണും യേശുരാജനെ. അവൻ എന്നു കാണും യേശുരാജനെ. ഓ എന്നു കാണും യേശുരാജനെ. എന്നു കാണും യേശുരാജനെ. അവൻ എന്നു കാണും യേശുരാജനെ. കരമുയർത്തി ഹല്ലേലൂയ പാടാം. ഒരിക്കൽ കൂടി ഹല്ലേലൂയ പാടാം. ഇന്ന് രാത്രിയിൽ ഇവിടെ വന്ന് ദൈവവചനം സംസാരിപ്പാൻ
കർത്താവ് കൃപ നൽകി ഈ ശുശ്രൂഷയ്ക്ക് എന്നെ ക്ഷണിച്ച ബഹുമാന്യ കർത്തദാസൻ കെ സി യോൺ പാസ്റ്റോടും ഇന്ന് രാത്രിയിലെ അധ്യക്ഷൻ, ഈ ഭവനത്തിൽ പാർത്ത് വേല ചെയ്യുന്ന കർത്തദാസൻ, കൂടപ്പെട്ട ദൈവമക്കൾ, ചുമതലപ്പെട്ടവർ, എല്ലാവർക്കും നന്ദി. ഒരപേക്ഷ, എല്ലാവരും ഓർക്കുന്ന സമയത്ത് എനിക്ക് വേണ്ടിയും ശുശ്രൂഷയ്ക്ക് വേണ്ടിയും തിരുവല്ലായിൽ ഒരു കൂട്ടായ്മയുണ്ട്, കൂട്ടായ്മയ്ക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണമെന്ന് വീണ്ടും വീണ്ടും അപേക്ഷിക്കുന്നു. ദൈവത്തിന്റെ വലിയ കൃപ കൊണ്ടും അനേക ദൈവമക്കളുടെ പ്രാർത്ഥന കൊണ്ട് ഈ സമയം വരെ നിൽക്കുന്നത്. ഇനിയും നിങ്ങളുടെ എല്ലാം വിലപ്പെട്ട പ്രാർത്ഥന അപേക്ഷിക്കുന്നു. ഓർക്കുന്ന സമയത്ത് ഈ അമ്മമാരൊക്കെ പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. താങ്ക് യു. സ്തോത്രം. അനുഗ്രഹീതമായ ദൈവവചന ധ്യാനം നമുക്ക്